അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ശൈലജ. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. തന്റെ ചെറുപ്പകാലത്ത് തനിക്ക് നേരിട്ടതായ ഒരു വാഹനാപകടത്തെ തുടർന്ന് തന്റെ ജീവിതം വളരെ ഗുരുതരമായി മുന്നോട്ട് പോകുമ്പോൾ യേശു തന്റെ ജീവിതത്തിലേക്ക് വരുവാൻ, യേശുവിനെ അറിയുവാൻ, കർത്താവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിച്ച് വിവാഹം പോലും വേണ്ട എന്ന് വെച്ച് സുവിശേഷ ദൗത്യവുമായി ഇന്ന് ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ ശക്തമായി, പ്രത്യേകിച്ച് പരസ്യയോഗങ്ങളിലൂടെ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ ശൈലജ സിസ്റ്റർ തന്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും. ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ലഭിക്കുന്നതായ ആത്മീയ ഉത്തേജനം മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ശൈലജ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസലോ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിൽ കൂടി അടിയനൊരു സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവം തന്ന ഭാഗ്യത്തിനായി, സാവകാശത്തിനായി നന്ദി പറയുന്നു. അതിനവസരം തന്ന പ്രിയപ്പെട്ട ദേവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ അവர்களോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പറയാൻ ഒത്തിരി ഉണ്ട്, എങ്കിലും ഞാൻ വളരെ ചുരുക്കി എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷവും ദുഃഖവും നിറഞ്ഞതായിരുന്നു. സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഭവനത്തിൽ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും, അമ്മുമ്മമാർ, അപ്പൂപ്പൻ, അങ്ങനെ ഒത്തിരി പേരടങ്ങിയ ഒരു കുടുംബമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാല് ബാല്യകാല ഇപ്പൊ ചെറിയ ദുഃഖം എന്ന് പറയുമ്പോൾ ഇന്ന് അവശേഷിക്കുന്നത് ഞാനും എൻ്റെ അമ്മയും ഒരു ചേച്ചിയും മോനും കുടുംബമാണ് ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്നത്. ബാല്യകാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. കുറെ പ്രയാസങ്ങളും ഇല്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു. ഭവനം നിറയെ ആൾക്കാരും എല്ലാവരും ഒത്തുള്ള ആ ജീവിതം ആലോചിക്കുമ്പോൾ ഇന്ന് വളരെ ദുഃഖത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ സന്തോഷം. സ്കൂളിലായിരുന്നാലും പഠിച്ച ക്ലാസ്സുകളിലൊക്കെ ഞാൻ ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അന്നും ഇന്നും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലീഡറായിരുന്ന കാരണത്താൽ എല്ലാവരും എന്നെ കൂട്ടുകൂടുവാനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒത്തിരി സന്തോഷമായിട്ടായിരുന്നു എൻ്റെ ജീവിതകാലം. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഠനം തിരുവനന്തപുരം മാർ കോളേജിലായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എല്ലാം പഠിച്ചത്. ആ സമയം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു കാലഘട്ടമായിരുന്നു. കാരണം ആ ഒരു മാർ കോളേജ് എന്ന് പറഞ്ഞാൽ അറിയാം, ഏറ്റവും സമ്പന്നരായിട്ടുള്ള അവരുടെ മക്കൾ പഠിക്കുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുള്ള ഒരു കോളേജ്. പെട്ടെന്ന് ഞാനൊരു സാധാ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കയറിയപ്പോഴും ഒരു വർണ്ണപ്രപഞ്ചമായ ഒരു ലോകമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, സർവശക്തനായ ദൈവം എന്നെ അവിടെ മുൻപന്തിയിൽ എത്തിച്ചു. ഒരുപാട് ഫ്രണ്ട്സ്, എന്നെ പ്രീ ഡിഗ്രിയൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. അവിടെ കൊട്ടാരത്തിൽ അച്ഛൻ പ്രിൻസിപ്പൾ ഒരു പ്രയാസം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ അതിൽ തെറ്റുകാരിയാണെങ്കിൽ എന്നെ നോക്കി പറഞ്ഞില്ല, ഇവിടെ പഠിച്ചതാണ് പ്രീ ഡിഗ്രിക്ക്, ഇവിടെ പാസ്സായതാണ്, അപ്പൊ ഇയാളില്ല, മാറി നിൽക്കുക. കാരണം അത്രത്തോളം അവരോട് കോമ്പീറ്റ് ചെയ്ത് പഠിച്ച് ജയിച്ചെന്നുള്ള ഒരു ഇതായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഞാനും അതിലുണ്ടായിരുന്നു. പിന്നത്തേതിൽ ഞാൻ അത് പറഞ്ഞു. അങ്ങനെ എപ്പോഴും ഫ്രണ്ടിൽ ഒത്തിരി ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് ഡിഗ്രി കയറിയ സമയത്ത് എൻ്റെ ജീവിതം ഭയങ്കരമായ അതായത് ഒരു വല്ലാത്ത ലോകത്തായിരുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക, സിനിമ കാണുക. കാരണം ബോയ്സിനെക്കാളും അപ്പുറമായിട്ട് ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് തന്നെ അത് കാണണം. അതാണ് ഞങ്ങളുടെ ഇഷ്ടം. അപ്പം ഒത്തിരി പണക്കാരായിട്ടുള്ള കൂട്ടുകാരികളോടൊത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അങ്ങനെ ലോകത്തിൻ്റെതായ പാപ ഒഴുക്കില് അങ്ങനെ നടന്ന ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഡിഗ്രി, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികളെല്ലാം അവർ വിമൻസ് കോളേജ് ഓൾ സയൻസിലൊക്കെ ആയിരുന്നു. ഞാൻ മിക്കവാറും അവരെ കൂടെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട്
ഒത്തിരി ഫ്രണ്ട്സ് ആയിരുന്നു. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരുപാട് കൂട്ടുകാരുമൊത്ത് അടിച്ച് പൊളിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. വാക്കിൻ ഇന്റർവ്യൂവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലി കിട്ടുവാൻ ഇടയായി. 1995 ജോലി കിട്ടി. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആ മാസം തന്നെ എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കല്യാണം അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ചിന്തിക്കേണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് നടന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എനിക്ക് ഈ നിമിഷം പോലും വളരെ വേദനയോടെ പറയുന്നു, എനിക്ക് തലയ്ക്ക് നല്ല എപ്പോഴും തലവേദനയും തലകറക്കവും അങ്ങനത്തെ ഒരു അസ്വസ്ഥതയായിരുന്നു. ആ ആക്സിഡന്റ് എൻ്റെ നേരെ മൂത്ത ചേച്ചി നന്നംകൂട് താമസിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇറയൻകൂട് എന്ന് പറയും, കാപ്പിവിള. പുളിയറക്കോണം ഏഷ്യാനെറ്റിന്റെ അടുത്താണ്, കുറച്ച് ഗ്രാമപ്രദേശത്തോട്ടായിരുന്നു. അപ്പൊ ഞാൻ പഠനകാലം എല്ലാം എൻ്റെ ചേച്ചിയോട്ടൂടെ ഇവിടെ നന്തൻകൂടായിരുന്നു എൻ്റെ താമസം. അപ്പം അമ്മയും അപ്പനും, ഞാൻ ഏറ്റവും ഇളയ മകളായതുകൊണ്ട് എന്നെ അത്രയും ഇതായിട്ട് നോക്കുന്നതുകൊണ്ട് വീട്ടില് അമ്മയും അപ്പനും ഞാനുമായിരുന്നു. അപ്പോഴും ചേച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് എൻ്റെ ചേച്ചിയും എൻ്റെ ബന്ധുക്കളും അത് അവരോട് പറയാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു എൻ്റെ ഈ തലയുടെ ഭാഗമില്ല. എനിക്ക് ഇപ്പോഴും ഇത്രയും ഭാഗം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന സമയത്തൊക്കെ ഈ ടയർ പോലത്തെ ഒരു കളറായിരുന്നു, കറ. എനിക്ക് ഈ കണ്ണിന്റെ ഒക്കെ ഭാഗം വളരെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ വളരെ അസ്വസ്ഥതപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അത് അനുഭവപ്പെടുന്നു. എങ്കിലും എൻ്റെ സഭയിൽ ദേവദാസനും അല്ലെങ്കിൽ ഞങ്ങളെ ലേഡീസ് മീറ്റിങ്ങിനൊക്കെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നാൽ ഞാൻ ചിലപ്പോഴത് 15, 20, അരമണിക്കൂറൊക്കെ എടുക്കും. എന്നിട്ട് അവരെല്ലാം പറയും സമയം കൂടുതലായില്ല. പക്ഷെ ഞാന് കരഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. കാരണം എനിക്ക് 2 വാക്ക് നേരെ പറയാൻ കഴിയില്ല, ഓർമ്മക്കുറവാണ്. ഈ ആക്സിഡന്റിന് ശേഷം വളരെ ഞാൻ ബുദ്ധിമുട്ടി. കാരണം ഞാൻ എത്രത്തോളം ലോകത്തിൽ സുഖിച്ച് അടിച്ചു പൊളിച്ച് നടന്നോ അതിനപ്പുറം അന്ന് എനിക്ക് വിഷമമായിരുന്നു. കർത്താവ് എന്തിന് എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് ഞാൻ കടന്നു വന്നു. ഒരു വിവാഹമായിരുന്നാലും അടുത്ത് പഠിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു വരുന്ന ആ ഒരു സമയം, ഒരു 20, 21 വയസ്സിലാണ് ഇത് നടന്നത്. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അവിടെ എൻ്റെ കൂട്ടുകാരെല്ലാം വിദേശത്താണ്. ഞാന് 95 ദുബായിൽ പോവാൻ എൻ്റെ കൂട്ടുകാരി, എൻ്റെ അടുത്ത കൂട്ടുകാരി എനിക്ക് വിസ എല്ലാം കൊണ്ടുവന്ന് അടുത്ത വർഷം നമുക്ക് പോകണം എല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. എന്നെ കർത്താവിന് വേണം, എനിക്ക് നിത്യത തരുവാൻ, നിത്യജീവൻ തരുവാൻ കർത്താവ് വളരെയധികം എന്നെ അനാദികാലം മുതൽ കണ്ടത് കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ആ വചനം എപ്പോഴും ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ന് എനിക്ക് ആക്സിഡന്റ്, കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ല, എനിക്കൊന്നും എണീറ്റിരിക്കാൻ കഴിയുന്നില്ല. എന്ത് കർത്താവേ എനിക്ക് ഇങ്ങനെ വന്നതെന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തിന്റെ യേശു മാത്രം വലിയവൻ, യേശു മാത്രം ലോകത്തിന്റെ ഏക രക്ഷിതാവ്, യേശു മാത്രം ജീവന്റെ ഉടവൻ, നമുക്കായി കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ മരിച്ച എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതകാലം മൊത്തവും ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഈ സമയങ്ങളിൽ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവം അന്ന് എനിക്ക് ചെയ്തത് ഹല്ലേലൂയ ഇന്ന് എനിക്ക് നന്മയ്ക്കായി തീർന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, ഒരു വല്ലാത്ത ഒരു ജീവിത ശൈലിയിലോട്ട് ഞാൻ പോകുമായിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടുകാര് ഞങ്ങൾ എല്ലാവരും ആ ഒരു ഇതാണ്, സിനിമാശാലകളിലൊക്കെ ഇറങ്ങി നടന്ന് കോളേജ് ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ജീവിത ശൈലിയായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം അന്ന് എനിക്ക് അത് ചെയ്ത് ഇന്ന് നന്മയ്ക്കായി തീർന്നു. എന്നാൽ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന സമയത്ത് ആദ്യം സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം വരും, പിന്നെ ഞാനും അമ്മയും മാത്രമായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഏകാന്തതയും വേദനയും വിഷമവും. എനിക്ക് പുറത്ത് ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങിയിരിക്കാത്ത ഞാന് ഇങ്ങനെ വീട്ടിനകത്തായിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം. കാരണം ഞങ്ങൾ കത്തോലിക്ക ചർച്ചാണ്, കാത്തലിക്കാണ്. അപ്പൊ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ എക്സാമിനും ചെന്ന് പാളയം പള്ളിയിൽ ചെന്ന് ഒരു കൂടെ മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കുക, ക്രൂശിത രൂപത്തിൽ നോക്കി നിൽക്കുക, കാല് ചുംബിക്കുക, അങ്ങനെയൊക്കെ. അല്ലാതെ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം കത്തോലിക്ക ചർച്ചിൽ നമ്മൾ ബൈബിൾ വായിക്കുക അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഓർത്തെടുത്ത് പറയാണ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇത് ഇനി പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ആക്സിഡന്റ് കഴിഞ്ഞത്. എന്നാലും എനിക്ക് എൻ്റെ ഈ ഒരു നിരാശ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്നുള്ള ആ കരഞ്ഞ് ഞാൻ ഇപ്പൊ ചില സമയങ്ങളിൽ അമ്മ ബ്രഷ് എടുത്ത് കൊണ്ട് തരും. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോ 1 മണി വരെയൊക്കെ ഞാൻ ഇത് അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ബ്രഷുമായിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാലും അമ്മ എപ്പോഴും എന്നെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. അമ്മ പറഞ്ഞില്ല ഇതിന്നൊക്കെ മാറും, ദൈവം നിന്നെ വിടുവിക്കും. ഞങ്ങൾ കത്തോലിക്ക ചർച്ച് ആയിരുന്നാലും അമ്മയുടെ അനുജത്തിയും ഭർത്താവും അവര് കൊച്ചിച്ച പാസ്റ്ററായിരുന്നു. അവര് പാലോട് സഭ നടത്തുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങളോടുള്ള അവരുടെ ഏക ഉദ്ദേശം ഇത് മാത്രമാണ്, നമ്മൾ ബോൺ അഗൈൻ രക്ഷിക്കപ്പെടണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കത്തോലിക്ക സഭയിലെല്ലാം ഞങ്ങൾക്കുണ്ടല്ലോ, ഇനി എന്തോന്നുള്ള ഒരിത്. അപ്പൊ അതാരും നമ്മൾ മൈൻഡ് ചെയ്തില്ല. എങ്കിൽ കൂടി എന്റെ ചെറിയ സമയം മുതലേ ഞാൻ സ്കൂൾ വെക്കേഷനൊക്കെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരുമായിട്ട് സഭയിലൊക്കെ പോയി പാട്ടും ആരാധനയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അന്ന് ഇന്ന് എല്ലാ കാലവും യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ജീവന്റെ ജീവനാണ്. പക്ഷേ ഒരു ബന്ധക്കോസ് അനുഭവത്തിലോട്ട് വരണമെന്ന് വെച്ചാൽ നമ്മള് ഒരു ആയുർവേദ മരുന്ന് കഴിക്കും പോലെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അതുപോലെ അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടമല്ല. പക്ഷെ യേശു എന്ന് പറഞ്ഞ ജീവനാണ്. ഞാൻ അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് ഭേദമായി, ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഞാൻ നന്ദൻകോടുന്ന് മ്യൂസിയത്തോട്ട് കയറുന്ന വഴിക്ക് ഞങ്ങളെ ബസ് സ്റ്റോപ്പാണ്. ഞാൻ ആ ബസ്സിലോട്ട് കയറുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഓപ്പോസിറ്റ് നിന്നിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ട്രാക്ട്, ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ട് തന്നു. അതാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനുള്ള കാരണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവരൊരു മിഷണറി ടീമാണ്. ആ പെൺകുട്ടി ചെന്നൈയിൽ നിന്ന് വന്ന, പേര് തങ്ക. അവളിപ്പോ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ആണ്, വരണം. എന്നിട്ട് എന്നോട് വീടിന്റെ ലൊക്കേഷൻ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ബസ്സിൽ കയറിപ്പോയി. പക്ഷെ ഈ കുട്ടി എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും വരണം. കാരണം അന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ. അന്ന് ഈ മാർച്ച് 22-ന് നടക്കുന്ന ആ സ്പെഷ്യൽ മീറ്റിങ്ങിന് വരണം. കാരണം പിന്നെയാണ് ഞാൻ അവിടെ എന്തായാലും ഇവളുടെ നിർബന്ധ പ്രകാരം ഞാൻ അവിടെ പോയി. തമ്പാനൂര് ഒരു ഹാളിൽ വെച്ചായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു മിഷണറി ടീമായിരുന്നു അവര്. കർണാടക പല സ്ഥലങ്ങളിൽ നിന്ന് ഒത്തുചേർന്ന് അവർ 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് അവര്. അപ്പൊ അവരുടെ അത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നെ ബൈബിൾ വന്ന എല്ലാവരെയും അവര് അവിടെ ഇവിടെ മാറ്റിയിരുത്തി ബൈബിൾ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ വിചാരിച്ചത് മത്തായി സുവിശേഷം എടുക്കാൻ പറഞ്ഞിട്ട് അത് എവിടെ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞില്ല. മത്തായി മാർക്കോസ് ഞാനിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ബൈബിൾ കൈകൊണ്ട് തൊടാൻ വായിക്കത്തുമില്ല. അപ്പൊ ഞാന് അതെല്ലാം വായിച്ചു കൊടുത്തു. അപ്പൊ പലതിനും ഞാൻ അവരുടെ തർക്കിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങളുടെ സഭ. കാരണം ഞാൻ ഞങ്ങളുടെ വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിൽ ചുക്കില്ലാത്ത കഷായം പോലെ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനും ഒക്കെ എന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ നമ്മുടെ ചർച്ച വിട്ട് അങ്ങനെ വേറെ ഒരു ഇതിൽ അങ്ങോട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ അതിന്റെ മെയിൻ ലീഡറും വൈഫും കൂടെ എന്റെ അടുത്ത് വന്നിട്ട് അവര് എന്നെ സ്പർശിച്ച വചനം ഇതാണ്. മത്തായി സുവിശേഷം 28 അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനും മറ്റുള്ളവരോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പ്രമാണിക്കുവാൻ പാലിക്കുവാൻ പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മൾ ശിഷ്യരാ. അപ്പൊ എന്നോട് അത് വായിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ബ്രദർ ചോദിച്ചു, ഇയാൾ ശിഷ്യയാണോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ശിഷ്യയോ, ബാപ്റ്റിസം കൊടുത്ത ഈ പറഞ്ഞ പ്രകാരം ബാപ്റ്റിസം കൊടുത്തു. ഞാൻ അല്ലാതെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, കുർബാന എടുക്കുന്നുണ്ട്. അതല്ല, പിന്നെ എനിക്ക് മത്തായി സുവിശേഷത്തിൽ നിന്ന് യോഹന്നാൻ സ്നാനം എടുത്തതും യേശു സ്നാനപ്പെട്ടത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴെനിക്ക് വ്യക്തമായി ഞാൻ അപ്പോൾ സ്നാനപ്പെട്ടില്ല. സ്നാനപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യ. അത് കഴിഞ്ഞ് മറ്റുള്ളവരെ ശിഷ്യയാക്കും. ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യം. അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഞാൻ ശിഷ്യയല്ല, മറ്റുള്ളവരെ ശിഷ്യപ്പെടുത്തും. പക്ഷെ അന്ന് അവിടെ വെച്ച് അവരെനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജലസ്നാനം എടുക്കണം, അത് കഴിഞ്ഞ് നമ്മൾ സാക്ഷികളാകണം. നമ്മൾ എല്ലാവരോടും സുവിശേഷം പറഞ്ഞു മറ്റുള്ളവരെ ശിഷ്യരാക്കണം. പിന്നെ എന്നെ സ്പർശിച്ച വചനം മത്തായി സുവിശേഷം 28 അതിന്റെ 18-20 വാക്യങ്ങൾ. അന്ന് ഞാന്
98 ഏപ്രിൽ മാസം 26 ബാപ്റ്റിസ്റ്റ് കൊടുത്ത് അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വചനം അതാണ്. കാരണം അവരെന്നെ പഠിപ്പിച്ചിട്ട് പോയത് അങ്ങനെയാണ്. നമ്മള് ശിഷ്യരാകണം, മറ്റുള്ളവരെ ശിഷ്യനാണ്. ഞങ്ങൾ നന്തൻകോടുള്ള 3 പെൺകുട്ടികള്, അവര് ഹിന്ദുക്കളാണ്. ഇന്ന് ഞങ്ങൾ അവിടുത്തെ നടക്കുന്ന ഒരു വലിയ ഉത്സവമുണ്ട്. റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്ന 3 പെൺകുട്ടികള്, നായർ സമുദായത്തിൽപ്പെട്ട 3 പെൺകുട്ടികള്. അവരെ എനിക്ക് സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്തുവാനും സാധിച്ചു. ഇന്ന് അവർ ഏറ്റവും നല്ലത്, അവരുടെ ബന്ധുക്കളെല്ലാം ഒരുപാട് എന്നെ കുറ്റം വിധിച്ചു. എന്നാൽ അവരുടെ ഇന്നത്തെ ജീവിതം കണ്ട് നമ്മുടെ അവരുടെ ഒരു കൊച്ചച്ഛന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ ആള് ഇവിടെ SBI ബാങ്കില് പാളയത്ത് വർക്ക്. ഇന്നിപ്പോ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. ബാങ്കിൽ ചെന്നാൽ തന്നെ പുള്ളി ഓടി വരും. കാരണം അവരത്രയും ഇതായിട്ട് കിടന്ന മദ്യപാനിയെ അച്ഛനും അവരും അമ്മയും 3 പെൺകുട്ടികളും അത്രയും വിഷമിച്ച അമ്മ പോലും അന്ന് നമ്മളത് എതിർത്ത് പറഞ്ഞെങ്കിൽ ഇന്ന് അവർ സ്നാനപ്പെട്ട് അവരെല്ലാം പിന്നെ അതിന് കണ്ടിന്യൂഷൻ ഒത്തിരി ഉണ്ട്. ഒരുപാട് പേര് എന്റെ ദൈവത്തിന്റെ കൃപയാല് എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണലായിട്ട് ഇവാഞ്ചലിസ്റ്റ് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന തരത്തിൽ അവരുടെ ബൈബിൾ പഠിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സഭയെ കൊണ്ടുവന്ന് പാസ്റ്റർമാരെ ഏൽപ്പിക്കുക. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ. കാരണം പലപ്പോഴും നമ്മുടെ പെന്തക്കോസ്തിലുള്ള പലരോടും യേശു ആരാണെന്ന് 2 പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് തെറ്റിപ്പോവും. അങ്ങനത്തെ ഒരിത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ട്രാക്ടർ കൊടുക്കാൻ പോകുമ്പോ ആ വീട്ടുകാരെന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുമ്പോ ഇവര് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും പേഴ്സണലായിട്ട് മറ്റുള്ള മതക്കാരോട് കൃത്യമായിട്ട്, കാരണം എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞാന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന അതുപോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒത്തിരി പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജീവിതം ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാന് എന്തൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിരുന്നാലും ഇവാഞ്ചലിസം ഇത് ഞാൻ മറക്കൂല. എന്നിട്ട് ഒരു ദിവസം കുറച്ച് ട്രാക്ടർ വിതരണം അല്ലെങ്കിൽ ബൈബിൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനമില്ല. അത് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം പോലെ, അത് ഒരു ഗ്രേറ്റ് കമ്മീഷൻ മറിയയ്ക്ക് കൊടുത്തതുപോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാല് അന്ന് അവരാ വചനം പഠിപ്പിച്ചപ്പോഴേ എന്റെ ഉള്ളം അത്രത്തോളം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കാത്തലിക് ചർച്ച വിട്ട് വന്നത് അത് ചെറിയ കാര്യമൊന്നുമല്ല. അവരെല്ലാവരും നിരന്തരം എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരുന്ന് അവിടെ വിൻസെന്റ് ഇപ്പോൾ TSS എന്നൊക്കെ പറയുന്ന കുറെ ഇതുണ്ട്. അതിലെല്ലാം ഞാൻ അതിന്റെ ലീഡറും മറ്റു കാര്യങ്ങളുമായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഒത്തിരി നന്മകളും ഒക്കെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടാനായിട്ട് അവര് ഓഫർ ചെയ്ത് എന്നിട്ടും ഞാൻ പറഞ്ഞു ഇനി ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശു ആരാണ്, യേശു നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ സ്നാനപ്പെടാൻ പോകുന്നു. ഇനി ഞാൻ അങ്ങോട്ടില്ല. അപ്പൊ അത് അവർക്കെല്ലാം വളരെ വിഷമമായിരുന്നു. എന്റെ വീട്ടുകാരെല്ലാം പിന്നീടാണ് ഇതിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2006, 2007 ആ ഒരു സമയത്ത് ഒരു വല്ലാത്ത ഒരു പ്രയാസം എന്റെ ജീവിതത്തിൽ നേരിട്ടു. ആ സമയം എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ഒരു രാത്രി മൊത്തവും ഞാൻ കരഞ്ഞു. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ അകപ്പെട്ടപ്പോഴും എന്റെ ദൈവം എപ്പോഴും എന്നോട് സംസാരിക്കുന്ന വചനത്തിൽ കൂടിയാണ്. യെശയ്യാവ് 43 അധ്യായം, എന്റെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വാക്യങ്ങള്, തീയിൽ കൂടി കിടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരയാക്കി, നീ കൂടെ ഞാൻ നിന്നെ കൈവിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ വചനം വായിച്ച് എനിക്ക് വളരെയധികം കർത്താവിനെ കൈവിടൂലെന്നുള്ള ഒരു ആ ഉത്തമ ബോധ്യത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഞാൻ സന്തോഷത്തോടെ ദൈവവേല ചെയ്ത് എന്റെ കാര്യങ്ങള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പ്രത്യേക ഒരു സമയത്ത് എന്റെ ജോലി വിടേണ്ടി വന്നു. ജോലി വിടേണ്ടി വന്നെന്ന് വെച്ചാല് നമ്മളിപ്പം കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒളിച്ചു നിൽക്കാൻ പറ്റൂല, പരസ്യമായിട്ട് തന്നെ നിന്ന് ചെയ്യണം. അപ്പം എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഹിന്ദു എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു പ്രിഫറൻസിൽ എന്റെ ജോലി സ്ഥിരമാക്കാൻ, പെർമനന്റ് ആക്കാൻ പോയപ്പോഴും അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങതായി. ഞാൻ ദൈവത്തോടൊരു പ്രാർത്ഥിച്ച് ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ അങ്ങ് തോന്നിപ്പിക്കണം, ഞാൻ അതുപോലെ ചെയ്യാമെന്ന്. ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് അപ്പം പുള്ളി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്നൊന്ന് ക്രിസ്ത്യൻ ആണെന്ന്. അപ്പൊ ഇയാളെ സർട്ടിഫിക്കറ്റ് ഹിന്ദു ആണല്ല. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യൻ എന്നുള്ള ഇത് മതി. ഞാൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീണ്ടും പുറകോട്ടാവും ജോലിയുടെ കാര്യത്തിൽ. അങ്ങനെ കുറച്ച് പ്രയാസം വന്നപ്പോൾ ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചു. ഞാൻ പാർട്ട് ടൈം ആയിട്ട് അല്ലാതെ തന്നെ ഞാനൊരു ജോലി കണ്ടെത്തി.
അത് ചെയ്ത് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് 2016 എന്റെ ജീവിതത്തിൽ ഏറ്റവും വേറൊരു പ്രശ്നത്തിലോട്ട് കടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ആക്സിഡന്റ് ആയിട്ട് കിടന്നതിന് ശേഷം എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ സംസാരിക്കാനോ എപ്പോഴും ഞാൻ ഇങ്ങനെ ആടി ഉലയുന്ന ഒരിതാണ്. ഇപ്പോഴൊക്കെ ചിലവര് ആക്സിഡന്റ് പറ്റി തലയ്ക്ക് അടിയേറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എങ്കിൽ പിന്നെ അങ്ങ് മരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോകും. കാരണം ജീവിതകാലം മൊത്തം അവർക്കതൊരു, പക്ഷെ കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കത് നല്ല ഉറപ്പുണ്ട്. അത്രമാത്രം എനിക്ക് അസ്വസ്ഥതയുണ്ട് എന്റെ തലയ്ക്ക്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം. ഞാൻ ചില സമയം ഞങ്ങൾ പരസ്യമൊക്കെ അത് ഞാൻ പിന്നത്തേതിൽ പറയാം. ആടി ഉലഞ്ഞായിരിക്കും പോണത്, പക്ഷെ അവിടെ നിന്ന് സ്റ്റഡിയായിട്ട് നിന്ന് വചനം പറയുവാൻ എനിക്ക് ദൈവം എന്നെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2016 എനിക്ക് വലിയൊരു അസ്വസ്ഥത വന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ വയറിന് വലിയ ഒരു ഒരു ഫൈബ്രോയിഡ്. അപ്പം അത് എന്ത് ചെയ്യണോ, എനിക്കത് വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, കുറച്ച് ദിവസം പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് ദൈവം പറയും എന്ത് ചെയ്യണമെന്ന്. സൗഖ്യമായില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാമെന്ന്. അങ്ങനെ 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് എന്റെ വേദന അപ്പൊ ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞു കർത്താവെ, ഞാൻ സർജറി ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്ത് വേണോ ചെയ്യാം, പക്ഷെ ഏറ്റവും നല്ല ആശുപത്രി, ഏറ്റവും നല്ല ഡോക്ടർ കർത്താവ് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ അതുപോലെ ചെയ്യാൻ പോകും. അങ്ങനെ തിരുവനന്തപുരം കോസ്മോ ഹോസ്പിറ്റലിൽ അവിടുത്തെ HOD ആയിരിക്കുന്ന ഷീല ഷേണായി, അവർ മെഡിക്കൽ കോളേജിലുള്ളത് കാരണം എന്നെ അറിയാം. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് സ്കാൻ ചെയ്തു. അപ്പോഴും ഒരു മേജർ സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് തളർന്നു പോയി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാല് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്ത ആ മേജർ സർജറി, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ കയറുന്നത്. അല്ലാത്തവ മറ്റുള്ള കാര്യങ്ങൾക്ക് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് പോയത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നെ ആൾക്കാർ കൊണ്ടുപോയതാണ്. ഇത് ഞാൻ ബോധത്തോടെ ടെസ്റ്റിനും മറ്റതിനൊക്കെ പോകുമ്പോൾ എനിക്ക് വിഷമം, കർത്താവ് എന്തുകൊണ്ടെന്നുള്ള ആ ഒരു ഇതായിരുന്നു. എന്നാലും ആ മേജർ സർജറി നടന്നു. ആ സർജറിയിൽ അന്ന് അവര് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലോട്ട് കൊണ്ടുപോകുമല്ലോ, IC പോലത്തെ വാർഡ്, അവിടെ കൊണ്ട് കിടത്തി. എനിക്ക് ഓർമ്മ വന്നതിന് ശേഷം 1 മിനിറ്റ് എനിക്ക് അവിടെ കിടക്കാൻ പറ്റൂല. 4 സൈഡ് ഈ ആൾക്കാരിങ്ങനെ കിടക്കുന്നതും ആ ഒരു മോണിറ്ററിന്റെ സൗണ്ട് എല്ലാം കൂടെ എന്നെ അസ്വസ്ഥതപ്പെടുത്തി. എനിക്ക് രാത്രിയായപ്പോ ഭയങ്കരമായ വെപ്രാളവും നെഞ്ചുവേദനയും നെഞ്ചിടിപ്പൊക്കെ വന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ വന്നു. ഓരോരുത്തരായിട്ട് എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു, വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ടിന്റെ അസുഖം ഉണ്ടോ, അങ്ങനെ പലതില്ല. അപ്പൊ ഒരു നേഴ്സസിന്റെ ഒരു സ്റ്റേഷൻ എന്റെ ഫ്രണ്ടില്, എന്റെ ബെഡിന്റെ ഫ്രണ്ട്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ഈ മോണിറ്ററിൽ നോക്കി ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുമ്പോ നമ്മൾ ഉള്ള ഇതും കൂടെ അങ്ങ് പോകും. ഞാൻ ആകെ ഭയന്നു പോയി. അപ്പൊ ഒരു 2 മണി സമയത്ത് ഡോക്ടേഴ്സ് എല്ലാം വന്നിങ്ങനെ, എനിക്ക് തന്നെ അറിയാം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ എന്റെ ഈ ബെഡിൽ ഇങ്ങനെ പിടിച്ചു കിടക്കാൻ എനിക്കറിയില്ല. ഞാൻ കർത്താവിനോട് എന്റെ ജീവിതത്തിൽ ഏത് സമയം സാംസ് 91 ചോദിച്ചാലും എനിക്കറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഞാൻ ഒരു നിമിഷം കളയാതെ ഈ 91 സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞ് ഒരു വിട്ട് കൊണ്ട് കിടന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും സർജറി ചെയ്ത ഇത്രയും ഭാഗം അനങ്ങാൻ വയ്യ, അതങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു 3 കാര്യം ഞാൻ അപേക്ഷിച്ചു. കർത്താവേ, എനിക്ക് നാളെ കാരണം അവിടെ ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു, ഒരു 3 ദിവസമെങ്കിലും ഇതിനകത്ത് തന്നെ കിടക്കട്ട്, അത് റൂമിലോട്ട് ഇപ്പൊ മാറ്റണ്ട. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു നിമിഷം എനിക്ക് ഇതിനകത്ത് കിടക്കാൻ അത്രമാത്രം എന്റെ ജീവിതം അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറഞ്ഞു, എന്നെ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് മാറ്റണം കർത്താവേ, എനിക്കിത് പറ്റുന്നില്ല. അതുപോലെ എനിക്ക് ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് വന്ന് എനിക്കൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, എനിക്ക് ഈ ഗേറ്റ് കടന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാൻ കേട്ടു, ഈ ഗേറ്റ് കിടന്ന് എനിക്ക് പുറത്തു പോകുവാൻ ഒരവസരം കർത്താവ് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെയല്ല. ഹല്ലേലൂയ. ഞാന് ഒരു ചെറിയ അത്ര സീരിയസ് ഇല്ലാത്ത ഒരു ദൈവവേലയായിരുന്നു. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും, സുവിശേഷ വേല പൂർണ്ണമായിട്ട് ചെയ്തോളാം എന്ന് ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. കണ്ണുനീർ മനസ്സലിയുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഡോക്ടേഴ്സ് അതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അവിടെ കിടന്നങ്ങ് ചിന്തിച്ചു. എന്റെ റൂമില് അമ്മയൊന്നും അറിയിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോ ചേച്ചിമാരെ അമ്മയെ അറിയിക്കില്ല. അമ്മ എനിക്ക് ഭയങ്കര വിളിയായിരിക്കും കിടന്ന്. അപ്പൊ താഴെ ചേച്ചി മാത്രമുണ്ട്.
പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അല്ലെങ്കിൽ ചർച്ചുകാരൊക്കെ ഉണ്ട്. അവരെല്ലാം ലിഫ്റ്റ് വരെ എന്റെ കൂടെ വന്നതാണ്. അപ്പൊ ഞാൻ കിടന്ന് ആലോചിച്ച് രാത്രി ഇങ്ങനെ ഉറക്കമില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ ഇതുവഴി എന്നെ ചിലപ്പോൾ മോർച്ചറി കൊണ്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ പിന്നെ എനിക്ക് അവരെ ആരെയും കാണാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ എനിക്ക് വെപ്രാളം കയറി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാൻ കേട്ടത് കൊണ്ടതാണ് ഞാൻ ഭയന്നു പോയത്. അവര് 3 ദിവസമെങ്കിലും ഇവിടെ കിടത്തണം, അങ്ങനെയൊക്കെ അടുത്ത ചികിത്സയെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് ഈ നെഞ്ചുകെട്ടി നെഞ്ചുവേദന എനിക്ക് മാറണം. എന്നെ ഈ റൂമിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരണം കർത്താവേ. എന്റെ വീട്ടുകാരുടെ അടുത്ത് എന്നെ റൂമിൽ കൊണ്ട് എന്നെ മാറ്റണം. എനിക്ക് ആരെങ്കിലും ഒരാൾ എന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഞാൻ ഈ പറഞ്ഞ 3 കാര്യം പ്രിയ ദൈവമക്കളെ എനിക്ക് എന്റെ കർത്താവ് സാധിപ്പിച്ചു തന്നു. കുറച്ച് ഞാൻ ഉറങ്ങി ഒന്ന് മയങ്ങി വന്നപ്പോ എന്റെ ദേഹത്ത് ഒരാൾ വന്ന് തട്ടി. നോക്കിയപ്പോഴ് ഞാൻ അതുവരെ അവരെ പരിചയപ്പെട്ടിട്ടില്ല. ജേക്കബ് പണിക്കർ, അവരിപ്പോ അമേരിക്കയിലാണ്. പാസ്റ്ററിന്റെ വൈഫ് അവിടുത്തെ HOD, ഹെഡ് നേഴ്സ്, സൂപ്പർവൈസർ എന്തോ ആയിരുന്നു. അവര് വന്ന് എന്നെ തൊട്ടിട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്നെ പരിചയം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജേക്കബ് പണിക്കർ പാസ്റ്റർ വൈഫാണ്. താഴെ എന്നെ അറിയാന്നുള്ള ഒരു ആന്റി ഇയാളെ കാണാൻ വന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഇന്ന് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, അങ്ങനെ ഞാൻ കാണാൻ വന്നു. അപ്പൊ എന്നെ കണ്ണ് നിറഞ്ഞൊഴി. ഞാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എന്നെ പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട്, കാരണം രാത്രി ഉറക്കമില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നേരം വെളുത്ത് ഡോക്ടർ വന്ന് എന്നെ നോക്കിയപ്പോഴും ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടിയിട്ട് പറഞ്ഞു, പോവാം, പെട്ടെന്ന് റൂമിലോട്ട് മാറ്റാൻ പറഞ്ഞു. എനിക്കൊരു എനിക്ക് വന്ന ആശ്വാസം അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഓടിയാൽ മതി, അത്ര ഒരു വെപ്രാളം പിടിച്ച ഒരു റൂമായിരുന്നു അത്. എന്നെ അപ്പൊ തന്നെ ഞാൻ പിന്നെ ഡോക്ടർ കാണാൻ എനിക്ക് എണീക്കാൻ വയ്യെങ്കിലും പെട്ടെന്ന് എണീറ്റ്. ഡോക്ടർ ഞാൻ ബാത്റൂം വരെ നടക്കാൻ പറഞ്ഞു. എനിക്ക് വയ്യെങ്കിലും ഞാൻ പെട്ടെന്ന് എണീറ്റ് അങ്ങ് നടന്നു. എന്നെ ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. അങ്ങനെ എന്നെ അവിടം വരെ നടത്തിയിട്ട് അവർ കൊണ്ടുവന്ന് പെട്ടെന്ന് എന്നെ വീൽ ചെയറിൽ എന്റെ റൂമിലോട്ട് മാറ്റി. അപ്പൊ തന്നെ എനിക്ക് ഏറ്റവും സമാധാനമായി. എന്നാൽ എന്റെ കർത്താവ് എത്ര വലിയവൻ. 3-ാമത്തെ ദിവസം ഡോക്ടർ പരിശോധിക്കാനും അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോഴ് ഡ്രസ്സ് ചെയ്യുന്ന അവർ ചോദിച്ചു, എവിടെയാണ് അത് സർജറി നടത്തിയത്? കാരണം സർജറി നടന്ന അങ്ങനെ ഒരു പാട് പോലും അന്നും ഇന്നും എന്റെ ദേഹത്തില്ല. അല്ലെങ്കിൽ അവര് കുറെ കത്തിയും കമ്പും ഇതുമായിട്ടൊക്കെ വന്നെല്ലാം ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ ഒരു പാടേ എന്റെ ദേഹത്തില്ല. ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ഇതാണല്ലോ. ഡോക്ടർ പറഞ്ഞു, നമുക്കിനി നോക്കിയിട്ട് അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സ് ചെയ്യണം, നമുക്ക് സ്റ്റിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് അവരിത് ഡ്രസ്സ് ചെയ്യാനും നോക്കാൻ വന്നപ്പോ അങ്ങനത്തെ ഒരു പാട്. ഞാനും നോക്കിയത് എവിടെയാണ് എനിക്ക് സർജറി ചെയ്തെന്നുള്ളത്. ആ ഒരു ഇത് എന്നെ ദൈവം വലിയ അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തു. ഞാൻ വീട്ടിൽ പോയി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഒരു വലിയ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്ന ഒരു തീയുടെ അവസ്ഥ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു. തീയിലായിരുന്നു ഞാൻ. എനിക്ക് കിടക്കാൻ വയ്യാത്ത ഒരു ഇത്, ഒട്ടും കിടക്കാൻ വയ്യ. ഒരു 2-3 ആഴ്ചയായപ്പോ എനിക്ക് ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് എണീപ്പ്. അങ്ങനെ പിടിച്ചെന്നെ എണീപ്പിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. കമിഴ്ന്ന് കിടക്കാൻ വയ്യ, സർജറിയാണ്. അപ്പം ബാക്ക് സൈഡ് ഇങ്ങനെ. എന്റെ ഒരു കൂട്ടുകാരി വന്ന്, നിനക്ക് ഞാൻ എണ്ണ ഇട്ട് തരാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴും അവിടെ ഒരു മുഴ കണ്ടു മുതുകത്ത്. പിറ്റേന്ന് തന്നെ എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതും കോസ്മോയിൽ തന്നെ. ഡോക്ടർ പറഞ്ഞു, ഈ മജ്ജയിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ എനിക്കറിയില്ല. 3 മാസത്തെ ഇത് പറഞ്ഞ് റെസ്റ്റ് പറഞ്ഞ് വിട്ടേണ്. 3 മാസം തീരുന്ന ആ ജൂലൈ 26-ാം തീയതി വീണ്ടും എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. മുതുകത്തൊരു ഓപ്പറേഷൻ. അതും വളരെ വളരെ മേജർ സർജറി ആയിരുന്നു. പിന്നെ അവർ അനസ്തേഷ്യ കൊടുക്കുന്ന അതിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ ഞാൻ വിചാരിച്ചു, എന്തോ ആവട്ടെ, കിടന്നു കൊടുക്കുക, അവരെന്തോ എന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ളത്. ഞാൻ കർത്താവിനോട് ആരോടും പ്രാർത്ഥിക്കാൻ പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ആദ്യത്തെ സർജറി എല്ലാവരും സഭയും എല്ലാവരും പ്രാർത്ഥനയും മറ്റു കാര്യം. ഇനി ഞാൻ വീണ്ടും ഇതെന്ന് പറയാൻ എങ്ങനെ പറയാം, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ദൈവത്തോട് ഇതെന്ത് കർത്താവേ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ കരഞ്ഞ ദിവസങ്ങൾ നീക്കി. എന്നാല് അവര് ഫിക്സ് ചെയ്ത ആ ഡേറ്റിൽ തന്നെ ആ സർജറി നടന്നു. അതും സക്സസ് ആയിരുന്നു. എനിക്ക് 3-ാമത്തെ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ആ സർജറി നടന്നെങ്കിലും വേഗത്തിൽ ആ മുറിവ് ഉണങ്ങാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു വീണ്ടും എന്നെ അതേ റൂമിൽ കൊണ്ടുപോയി ഞാൻ പേടിച്ച ആ സ്ഥാനത്ത് വീണ്ടും കൊണ്ടുപോയി. അപ്പൊ ഇത് എന്താണെന്നുള്ളത് എനിക്ക് ഒരു ബുദ്ധിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, കർത്താവ് എന്നെ ഒരു
തീച്ചൂള ശോധനയും കൂടെ കടത്തിപ്പോയാലും എന്നെ അത് തിന്മയ്ക്കല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ അത് ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ കുറിച്ചറിയാം. എന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഞാന്. ഞാന് ലോകപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങ് പോകും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ 2 സർജറി എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു എനിക്കറിയില്ല, ഒരു തീന്ന് നമ്മൾ എണീറ്റ് വന്ന ഒരു അനുഭവം. തീയുടെ അവസ്ഥയായിരുന്നു. ആ ദിവസങ്ങള് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദിവസങ്ങളായിരുന്നു. എന്നാല് അതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു. എല്ലാം ഓക്കെ ആയി. ഞാന് ഞാൻ പറഞ്ഞ ജേക്കബ് പണിക്കർ പാസ്റ്റർ സഭയിൽ പോയി 2016. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കി ഇരിക്കുകയായിരുന്നു. അന്ന് പാസ്റ്റർ പറഞ്ഞു, തിരുവത്താഴ ദിവസമായിരുന്നു. അപ്പം അത് ഗെത്സമനെ കുറിച്ച് അത് വായിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ബാക്കിലിരിക്കുന്ന ആ സിസ്റ്റർ 2 സർജറി കഴിഞ്ഞ് വന്നതല്ലേ, യേശുവിനായിട്ട് നീ ഒരു എണ്ണച്ചക്കായിട്ട് മാറണമെന്ന് പറഞ്ഞു. എന്റെ ശരീരം തന്നെ വല്ലാതെ ഒന്ന് ഉലഞ്ഞു പോയ ദിവസം. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ 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 ചിന്തിച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞല്ലോ, എനിക്ക് സുവിശേഷ വേല പൂർണ്ണമായിട്ട് ചെയ്യണം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണം. ഡോക്ടേഴ്സ് പറഞ്ഞു അല്ലെങ്കിൽ ആക്സിഡന്റിന് ആ സമയത്തെ ഞാൻ ഈ ലോകം വിട്ടു പോവേണ്ട വ്യക്തിയാണ്. അപ്പൊ അടുത്ത് ഇതും കൂടെ, അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിച്ചു. അപ്പൊ ഞാൻ ഒരു പ്രെയർ ഗ്രൂപ്പ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങാന്നുള്ളത്. അപ്പൊ എന്ത് പേരിടണം? അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി ഗെറ്റ്സമന പ്രെയർ ഗ്രൂപ്പ് എന്നിടാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് ചർച്ചിൽ ചെന്നപ്പോഴും പാസ്റ്റർ പറഞ്ഞു, ഗെറ്റ്സമനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അർത്ഥം എണ്ണച്ചക്കാണ്. ഗെറ്റ്സമന അതിനെ കുറിച്ചാണ് അന്ന് പാസ്റ്റർ പ്രസംഗിച്ചോണ്ടിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, യേശുവിന് വേണ്ടി നീ ഒരു എണ്ണച്ചക്കാവണമെന്ന്. ഞാൻ ഗെറ്റ്സമനെന്ന് പ്രെയർ ഗ്രൂപ്പ് എഴുതി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അല്പം ഒന്ന് ആശ്വാസമായ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങൾ കുറെ സഹോദരിമാര്, അവരോടൊക്കെ എനിക്ക് സുവിശേഷം പറയാനും എൻ്റെ ദൈവം വലിയവ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ആ പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ അത് മുന്നോട്ട് വന്നു. ഞങ്ങൾ മറ്റുള്ളവർ വചനം പഠിപ്പിക്കുവാനും സുവിശേഷം പറയാനും ഒക്കെ തുടങ്ങി. ഒരുവിധം ഞാൻ ഒരു നല്ല രീതിയിൽ വന്ന സമയത്ത് വീണ്ടും എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് അവിടെ വന്നാലും സുവിശേഷമൊക്കെ പറയാം. ഞാൻ ഇപ്പൊ വരുമ്പോ നിനക്ക് ദുബായിലോട്ട് എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് ഒരു വിസയായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും ആ സമയത്തും അത് എന്തോ എനിക്കിപ്പോ വേറെ എങ്ങോട്ടും പോവാൻ എന്നെ അനുവദിക്കാത്ത തരത്തിൽ ഓരോരോ ഘട്ടങ്ങളിലായി ഓരോ പ്രയാസങ്ങൾ നേരിട്ടു. എൻ്റെ ഭവനത്തില് പിതാവ് മരിച്ചുപോയി, അപ്പം മരിച്ചുപോയി, അമ്മയും സഹോദരനും സഹോദരന്റെ വൈഫും ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. പെട്ടെന്ന് തന്നെ എൻ്റെ അണ്ണന്റെ വൈഫ് മരിച്ചു 2019. അതെല്ലാം ഞങ്ങൾക്കൊരു വലിയ ഒരു കനത്ത ഒരു അടി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന്റെ നട്ടല്ലായിരുന്നു അവര് രണ്ടുപേരും. അത് ഞാൻ പിന്നത്തേതിൽ പറയാം. അങ്ങനെ അതെനിക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ പറയുന്നത്, ഞാൻ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ വ്യാപൃതരായി നല്ല രീതിയിൽ വന്ന സമയത്താണ് ഈ കൊറോണയുടെ സമയം. 2020 കൊറോണ സമയത്ത് ലോക്ക്ഡൌണും മറ്റു പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കൊറോണ കോവിഡിന്റെ അത് സ്ഥിരീകരിക്കുന്ന ഓരോ വ്യക്തിയെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ സഹോദരൻ 2022 BP ഹൈ ആയി. ലോക്ക്ഡൌൺ സമയത്താണ് BP ഹൈ ആയി. ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്രൈവറ്റില്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. ഹല്ലേലൂയ. എന്നാൽ അവിടെ വെച്ച് പിറ്റേ ദിവസം എൻ്റെ അണ്ണന് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് എന്നറിഞ്ഞു. കൊറോണ വാർഡിലേക്ക് അണ്ണനെ മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആ വാർഡിലോട്ട് കയറാനോ ഒന്നും പറ്റൂല. വീട്ടിലിരുന്ന് നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്, വിളിക്കുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ അവർ പറയും, അല്ലാതെ ഒന്നും അറിയാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിയെടുത്ത് എന്നെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച ദിവസങ്ങളായിരുന്നു. എൻ്റെ അണ്ണന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാത്രി കോവിഡിന്റെ അങ്ങ് ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നത്, നമ്മൾ 2 മാസമൊക്കെ വെച്ച് പുറത്തിറങ്ങേണ്ട ആ ഒരു സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ രാത്രി വിളിച്ചു പറഞ്ഞു,
അണ്ണ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്ന്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം എന്റെ അണ്ണന്റെ വൈഫ് 2019 മരിക്കുന്നു. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു. അതിനുശേഷം പിന്നെ അണ്ണ അങ്ങ് പുറത്തൊന്നും ഇറങ്ങൂല. എന്റെ സഹോദരൻ അമ്മയൊക്കെ അണ്ണൻ നല്ലതുപോലെ നോക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എവിടെയും പോവാന്നുള്ള ഒരു ഇതായിരുന്നു. അണ്ണന്റെ മരണം അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അമ്മയെ അറിയിക്കാൻ പറ്റൂല. അമ്മ അകത്ത മുറിയിൽ കിടക്കുകയാണ്. അന്ന് മരണ ദിവസം ആ വിളിച്ചു പറഞ്ഞ ദിവസം വലിയ പെരുമഴയായിരുന്നു. മെഡിക്കൽ കോളേജിലോട്ട് ആള് പോണം. ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അണ്ണന്റെ മകൻ ഒരു പയ്യനുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പേര്, കാരണം മഴ കാരണം പുറത്തിറങ്ങാനും വയ്യ. ലോക്ക്ഡൗൺ ആണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ പയ്യൻ പോയി ഒരാള് കുറച്ച് ബന്ധുക്കൾ പോയി. അവൻ പോയി കണ്ടിട്ട് നേരെ അതുവഴി ആ സമയം ഇതിന് നമുക്ക് വേറെ കാണാനോ വീട്ടിലൊന്നും കൊണ്ടുവരൂല. ശ്മശാനത്തിൽ കൊണ്ടുപോയി. ആ സമയങ്ങളില് ആ അതിൽ നിന്ന് എങ്ങനെ ഇതുവരെ ഞങ്ങൾ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഹല്ലേലൂയ. അമ്മ ഒരു വശത്ത് കിടന്ന് അണ്ണനെ വിളിച്ചോണ്ടിരിക്കുന്നു. അമ്മ വാർദ്ധക്യ അമ്മയ്ക്ക് 88, 89 വയസ്സായി. അപ്പം വാർദ്ധക്യ സഹജമായ അസുഖത്താൽ അമ്മയും അണ്ണനും ഒരു മുറിയിലാണ് കിടക്കുന്നത്. അപ്പൊ അമ്മയെ നല്ലതുപോലെ അണ്ണൻ പരിചരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ അമ്മ പറയും, അണ്ണനെ വിളിക്ക, ആശുപത്രിയിൽ എന്താണെന്ന് അമ്മ ഒരു വശത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മരണ ദിവസം നമുക്ക് ഫോൺ വരുന്നു. ഒന്നും പറയാനോ ഒന്നും ഞങ്ങൾക്ക് കരയാൻ പോലും കഴിയില്ല. കാരണം വല്ലാത്ത അതെനിക്ക് ആ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഞങ്ങളുടെ 2 മുറിയുള്ള വീട്, ഒരു മുറിയിൽ അമ്മ. ഞങ്ങളുടെ അവിടുത്തെ കുടുംബ വീടിന്റെ കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ വീട്ടില് ചേച്ചിയും ചേച്ചിയുടെ മോളും കൊറോണയായിട്ട് വളരെ അവർക്ക് കൂടുതല്. അപ്പൊ ഞങ്ങൾ ഇതിന് പ്രത്യേകം പറഞ്ഞു, ഒരിക്കലും ആശുപത്രി പോകരുത്. കാരണം ഈ കോർപ്പറേഷനിൽ 108 അവര് വിളിച്ചോണ്ടിരിക്കണം, ആർക്കെങ്കിലും അസുഖം ഉണ്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ആശുപത്രി പോകരുത്. അണ്ണന് വേറെ അസുഖമായിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് എങ്ങനെ കൊറോണ വന്നതാണ്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അവിടെ നിന്ന് എങ്ങനെ കൊറോണ വന്നതാണ്. അങ്ങനെ പോവരുതേ എന്ന് പറഞ്ഞു. കാരണം ഈ പ്രിയപ്പെട്ട ദേവദാസ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എനിക്ക് ആ സമയങ്ങളൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ അന്ന് ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളെ കരുതുമെന്നും നമ്മളെ സഹായിക്കുമെന്നും നമ്മളെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞവര് ഒരു വ്യക്തികൾ പോലും, നമ്മുടെ സഭക്കാരോ കൂട്ടുകാരോ ആരും വരാത്ത ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ ആ ദിവസങ്ങളെ എങ്ങനെ തള്ളി നീക്കിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അമ്മ ഒരു വശത്ത് നിന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അണ്ണന്റെ സുഖമുണ്ടാ. എന്നാല് അണ്ണനെ ശ്മശാനത്തിലോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചുപേര് മാത്രം വീട്ടിൽ വന്നു. അതിലൊരാൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു. അമ്മയ്ക്ക് എന്തോ മനസ്സിലായിരുന്നു. അമ്മ അങ്ങോട്ട് വിളി തുടങ്ങി. ഞങ്ങള് ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു മുറിയിൽ ഒരു കട്ടിലിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരിക്കും. അമ്മ അടുത്ത മുറിയിൽ, ഞങ്ങളെ വീട്ടിൽ 4 വയസ്സായ ഒരു കൊച്ചുമോളും. ഞങ്ങളെല്ലാം മാസ്ക് വെച്ചിട്ടുണ്ട്. മഴയാണ്. ഒരാൾക്ക് ഇത്തിരി പനിയോ ജലദോഷം വന്ന മറ്റുള്ളവർക്ക് പേടിയാണ്. രാത്രിയാമങ്ങളിൽ ആകെ ഈ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന ആ സൗണ്ട് മാത്രം കേൾക്കാൻ എനിക്കറിയില്ല. ഞാൻ ദിവസങ്ങൾ ഞങ്ങൾ എങ്ങനെ കടന്നുപോയത്. എൻ്റെ അണ്ണനൊരു പാവം, ആർക്കും ഒരു ദോഷമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അണ്ണന്റെ മരണം. ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ എനിക്കത് പറയാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറഞ്ഞു പോയതാണ്. അത് ഓർക്കുമ്പോഴും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ആ ദിവസങ്ങൾ എങ്ങനെ ഞങ്ങൾ കടന്ന് ഇതുവരെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു മനുഷ്യന്റെ ഒരു സഹായമില്ല. മരിച്ച വീട്ടിൽ ആരും വരൂല. നമുക്ക് എത്രയോ സുഹൃത്തുക്കൾ, എത്ര ആൾ, എത്ര ബന്ധുക്കളുണ്ട്. ഒരു വ്യക്തികൾ പോലും വരാതെ ഞാനും അമ്മയും ഒരു ചേച്ചിയുടെ മകനും വൈഫ് 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ അവിടെ ആയിരുന്നു. അണ്ണൻ മരിച്ചതിന്റെ ഭീതിയും പ്രയാസവും വേദനയും ഈ മഴയും, പിന്നെ ഇനി ആർക്കെങ്കിലും അടുത്ത് വരുന്ന കൊച്ചുകുട്ടികളൊക്കെ ഒന്ന് ചുമക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എന്താണ് ഏതാണ്. ഞങ്ങൾ രാത്രിയാമങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഇനി കാരണം ഞാൻ ഈ ലോകത്ത് വിട്ട് പോകുന്നത് വരെയും എന്നിലുള്ള ഒരു കുറ്റബോധം എപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയിരുന്നത്. എപ്പോഴും ഞാൻ വേദനിക്കും. ഞങ്ങളൊക്കെ എല്ലാവരും ആവി പിടിക്കും, ചൂടുവെള്ളം കുടിക്കും. അണ്ണന് ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും ആരെങ്കിലും കൊടുത്തോ
ഇതൊക്കെ എന്നെ ഇങ്ങനെ വേദനപ്പെടുത്തിക്കൊണ്ടിരുന്നു. മനുഷ്യന്റെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നമ്മളെ കൂടെ ഇന്നവര് കാണും. അങ്ങനെയാണ് ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ. ഒത്തിരി പേര് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഓടി വരും. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഒരാളും വന്നിട്ടില്ല. കാരണം കൊറോണ വന്ന് മരണം നടന്ന വീട്ടിൽ ആരും വരൂലല്ലോ. ആ സമയങ്ങള് ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കിയത്, ഒന്ന് കടയിൽ പോകാനോ ഒന്നും പറ്റാതെ ലോക്ക്ഡൗണും ഞങ്ങളെ ദൈവം എങ്ങനെ നടത്തി. ഇങ്ങനെ ഈ കരങ്ങളിൽ ഇന്ന് എൻ്റെ ദൈവത്തോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ആ ഒരു ഭീതിയായിട്ടുള്ള ആ ദിവസങ്ങൾ എത്ര മാത്രം ദൈവം ഞങ്ങളെ കരങ്ങളിൽ വഹിച്ചു. എൻ്റെ സഹോദരനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇന്ന് ആലോചിച്ചാൽ, ഏത് നിമിഷം ആലോചിച്ചാലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല, എനിക്ക് താങ്ങാൻ പറ്റൂല. അത്ര നല്ലൊരു, ആർക്കും ഒരു ദോഷമില്ലാത്ത ഒരു നല്ലൊരു അണ്ണനായിരുന്നു എൻ്റെ. അണ്ണൻ്റെ വൈഫ് 2019 മരിച്ചു. പിന്നെ 2020 കൊറോണ ആയിട്ട് അണ്ണൻ മരിച്ചു. വൈഫ് മരിച്ചതിന് ശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. ഒത്തിരി വേദന നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷം എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളെ കൂടെ എപ്പോഴും കാണും, അല്ലെങ്കിൽ താങ്ങും, നമ്മൾ കൂട്ടായി വരും എന്നുള്ള ആരും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ കൂടെ കാണില്ല. പക്ഷെ എപ്പോഴും കാണുന്ന ഒരുവൻ, അത് കർത്താവായ യേശു മാത്രം. ഞാൻ യേശുവേ നന്ന് ഇന്ന് വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു സമാധാനവും ആശ്വാസവും അത് എത്രയെന്ന് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കർത്താവ് കൂടെ ഇറങ്ങി നിന്നെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ആ രാത്രികള്, ആ ദിവസങ്ങൾ ഞങ്ങൾ എങ്ങനെ തള്ളി നീക്കിയെന്ന് ഞങ്ങൾക്കറിയാം. ഒരു വർഷത്തെ അമ്മയ്ക്ക് ഇത്രയും വാർദ്ധക്യ സഹജ, അമ്മയ്ക്കായി അസുഖം വന്നു, കുഞ്ഞുണ്ട് വീട്ടില്. ഞങ്ങൾ എല്ലാവരോടും അതിനകത്ത് കിടന്ന് ഞങ്ങൾ കറങ്ങിയത്. ലോക്ക്ഡൗൺ ആണ്, പുറത്തിറങ്ങാൻ പോയ, പ്രത്യേകിച്ച് ഒരു മരണം നടന്ന വീട്. എന്ത് ചെയ്യും? ഞങ്ങൾ വല്ലാതെ ഒരുപാട് ജീവിതത്തില് ഞങ്ങൾ തീയുടെ അവസ്ഥയിൽ കണ്ണുനീരിലും പോയ ഒരു ദിവസങ്ങളായിരുന്നു അത്. എന്റെ ദൈവം ഞങ്ങൾ എന്നാലും കരങ്ങളിൽ വഹിച്ചു. ആ തീയിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് അതിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം, ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ലേഡീസ് മീറ്റിങ്ങിലും സഭയിലും ഒക്കെ ഞാൻ വചനം പറയുമായിരുന്നു. വചനം പറയാന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ ഞാൻ പറയും. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് ഏറ്റവും, ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴും പരസ്യങ്ങൾ കാണാറുണ്ട്. പരസ്യമൊക്കെ എനിക്ക് തന്നെ അവരാണ് പറയുന്നെങ്കിലും നാണക്കേട് എനിക്കാണ്. ആൾക്കാർ ബസ്സൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എല്ലാവരും അവരെ ശ്രദ്ധിക്കും. അയ്യോ എന്ത് നാണക്കേട്, പെട്ടെന്ന് ബസ് വിട്ടു പോയെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഒരു ഭയവും ഒരു ലജ്ജയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ കൊറോണയ്ക്ക് ശേഷം ഞാൻ എടുത്തൊരു തീരുമാനം, എന്റെ കർത്താവിന് പരസ്യമായിട്ട് സാക്ഷിക്കും. ഞാൻ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെ എല്ലാം ചെന്ന് എന്റെ കർത്താവിന് പരസ്യമായിട്ട്, നമ്മളൊരു വലിയ മീറ്റിംഗ് നടത്തുമ്പോൾ എല്ലാവരും ആ ആലയത്തിൽ വരണമെന്നില്ല, എന്നാൽ അവരിയ്ക്കുന്ന സ്ഥാനത്ത് പോകുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്യുന്ന കോളനികളിൽ, ഒരു തെരുക്കോണുകൾ, റോഡുകളിൽ എവിടെയായിരുന്നാലും ഒരു ദിവസം ചിലപ്പോൾ ഞങ്ങൾ 2-3 ദേശങ്ങൾ കടന്നുപോയി എന്റെ കർത്താവിനെ സാക്ഷിക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാല്, നമുക്ക് ആരുമില്ലാത്ത സമയത്ത് എല്ലാവരും നമ്മളെ താങ്ങും കരുതുമെന്ന് വിചാരിച്ച് എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത്, ഏത് സാഹചര്യത്തിലും ഞാൻ ഇന്ന്, എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങളുണ്ട്. എന്റെ കർത്താവിന്റെ താങ്ങിയ വിധം, കർത്താവ് ഞങ്ങളെ നടത്തുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇതുവരെ എത്തി. എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം കൊറോണ സമയമാണ്. കാരണം ഒരു പെരുമഴ സമയത്ത് അവിടെ നിന്ന് വിളിച്ചു പറയുന്ന അണ്ണൻ മരിച്ചെന്ന്, പോവാൻ ആളില്ല, വീട്ടിലെ അവസ്ഥകളും നമുക്ക് ഇനി ആർക്കെങ്കിലും ഇതൊക്കെ വന്നു എന്നൊക്കെ ഉള്ള ആ ഒരു തീയുടെ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ ആ വീട്ടിനകത്ത് കിടന്ന് അനുഭവിച്ച ഒരു വ്യക്തി പോലും വരാനോ ഞങ്ങൾക്കൊരു സാധനം വാങ്ങിക്കാൻ ഒന്നും പറ്റാത്ത ആ ദിവസങ്ങളിൽ എത്ര എത്ര കരുതലോടെ ദൈവം ഞങ്ങളെ കാത്തു. എന്റെ സർജറി അതുപോലെ എനിക്ക് ഇത്രത്തോളം വേദനപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഈ ലോകത്തിന്റെ ബാക്കി എല്ലാം ചപ്പും ചവറും, ആരെ പേടിക്കണം, എന്റെ ജീവിക്കുന്നതാണ് യേശുവ്. കാരണം എല്ലാ സമയം കൂടെ ഉണ്ടായിരുന്നത് കർത്താവ് മാത്രമായിരുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കണം. ഏറ്റവും ഭയവും ലജ്ജയും നിറഞ്ഞ ഞാനാണ്. ഇന്ന് തെരുക്കോണുകൾ ഞങ്ങള് സിറ്റി തമ്പാനൂരൊക്കെ അധികം എന്റെ സഭയിലെ പാസ്റ്റർ
ഒരിക്കൽ പറഞ്ഞു. ഞാൻ അന്നാണ് അറിയുന്നത്, പാസ്റ്ററോട് പറഞ്ഞു. ഞാൻ കാറിൽ പോയ സമയത്ത് നമ്മുടെ ഒരു സഹോദരി ഒറ്റയ്ക്ക് നിന്ന് പരസ്യമൊക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും എന്നെ നോക്കി. ഞാൻ കണ്ടില്ല പാസ്റ്റർ നടന്നത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ അന്നോട്ട് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് പോലും കഴിയില്ല. എനിക്ക് തിരുവനന്തപുരം ഈസ്റ്റ് തൊട്ട് തമ്പാനൂർ ആ സ്ഥലങ്ങളിലൊന്നും സ്റ്റാച്ചു ആരും ചെയ്യണം. പക്ഷെ ഞാൻ സെക്രട്ടേറിയറ്റിന്റെ ഇവിടെ സ്റ്റാച്ചു അവിടെ ഇല്ല. ഞാൻ നിന്ന് പരസ്യം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്റെ കർത്താവിനെ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് അറിയില്ല. എങ്കിലും കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് പലപ്പോഴും ഞാൻ സഭകളിലോ അവിടെ നിന്ന് സാക്ഷി പറയുന്നു. അപ്പോഴും തന്നെ ഞാൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സഹോദരിമാരെ വിളിച്ച് ഞാൻ തെരുക്കോണുകൾ റോഡുകളിൽ ചെന്ന് എന്റെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയും. കർത്താവ് മാത്രം ലോകത്തിന്റെ ഏക രക്ഷിതാവ്, മറ്റൊരുത്തനുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. യേശു മാത്രം ദൈവം, യേശു മാത്രം ലോക രക്ഷിതാവ്. യേശു എന്നെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കർത്താവിനെ മറ്റുള്ളവരോട് പറയും. ചിലപ്പോൾ അനേകര് കൂടി നിൽക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരും. ഒരുപാട് ഒരുപാട് പേർക്ക് തിരുവചനങ്ങളും ബൈബിളും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് ഞാൻ കുറച്ചൊരു ഇതായത് എനിക്ക് ഒരു അസുഖങ്ങൾ വന്നാൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കൊറോണ സമയം ഞങ്ങൾ അനുഭവിച്ച എന്റെ സഹോദരനെ കുറിച്ച് പറയുമ്പോഴും എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇന്ന് ഞങ്ങള് കുറച്ച് സഹോദരിമാര് കൂടി പരസ്യമൊക്കെ ചെയ്യുന്നു. എനിക്ക് അന്നും ഇന്നും ഇഷ്ടം ഓരോ വ്യക്തിയായിട്ട് പേഴ്സണലായിട്ടും ബൈബിള് പഠിപ്പിക്കുക എന്നതാണ്. വളരെ നല്ല രീതിയിൽ അത് ചെയ്തു വന്നു. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയാം. ഞാൻ 2016 2 സർജറി കഴിഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് അത് എനിക്കൊരു അസുഖം ഒന്ന് ഭേദമായി വന്ന സമയത്ത് ഒരു ആന്റി എന്നെ വിളിച്ചു. ആന്റി പറഞ്ഞു, ഞങ്ങളെ ലേഡീസ് മീറ്റിങ്ങിന് വചനം പറയാൻ വരാണോ എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. ആ ആന്റി എന്ന് വെച്ചാൽ അമേരിക്കയിൽ ചെന്ന് ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നു ആന്റി. ആന്റി ബൈബിൾ കോളേജ് നടത്തുന്നു. ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത് ആ ലേഡീസ് മീറ്റിങ്ങിൽ. ആന്റി എല്ലാം അമേരിക്കയിൽ നിന്നൊക്കെ ബൈബിൾ പഠിച്ചിട്ട് വന്ന വ്യക്തി. ഞാനിങ്ങനെ പറയും. ഞാൻ എന്നിട്ട് അങ്ങനെ അയ്യോ ഇതെങ്ങനെയെങ്കിലും ഒഴിവ് പറയാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ആലോചിച്ച് അയ്യോ കോസ്മോ ഹോസ്പിറ്റൽ ആ 8ാം നില, ആ നില ഞാൻ മറക്കൂല. ഇന്നും ഞാൻ 2 വീലർ വഴി അതുവഴി പോകും. ആ കോസ്മോയുടെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ മുഖം തിരിച്ചു പോകും. കാരണം അവിടെ എനിക്ക് അത്രയും ഞാൻ അനുഭവിച്ചു അവിടെ നിന്ന്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഞാൻ കർത്താവിന് കൊടുത്ത വാക്ക് ഞാൻ അങ്ങ് എവിടെ വേണോ സാക്ഷിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ പറയും, എന്നാൽ അവരെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് പിന്നെ ഒഴിവ് പറയാൻ പറ്റിയില്ല. ഞാൻ വചനം എടുത്ത് നോക്കി, കുറച്ച് വചനമൊക്കെ നോക്കിയിട്ട് ഞാൻ 1, 2 ഇതൊക്കെ എഴുതി വെച്ചു. ഞാൻ ആന്റി ഞാൻ വരാം. അപ്പൊ അവരുടെ വാർഷികമാണ്. അപ്പം ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ആണ് അവിടുത്തെ അവരെല്ലാം ഇരിക്കുന്നത്. ആന്റി അതിന്റെ പഠിപ്പിക്കുന്നു. അപ്പൊ അമേരിക്കയിൽ നിന്ന് വരെയും പഠിച്ചതൊക്കെ വാങ്ങിച്ചു വന്ന വ്യക്തികളാണ്. അവരെ മുമ്പിൽ ഞാൻ എന്ത് വചനം പറയും? അപ്പൊ കർത്താവ് എനിക്ക് ചില സമയങ്ങളിൽ ഒരു വെളിച്ചം തരും. മുന്നോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് അങ്ങനെ ഞാനൊരു രാത്രി മൊത്തവും ബൈബിൾ വായിച്ചു. പിറ്റേന്ന് പോകാൻ നേരത്ത് ഞാൻ 1, 2 വചനങ്ങൾ കിട്ടിയതെല്ലാം അതിൽ എഴുതി ബൈബിളിനകത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ 2 വീലറിൽ ഞാൻ പോവുകയായിരുന്നു. അപ്പൊ തിരുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോഴും എനിക്ക് പേടി വെപ്രാളം കൊണ്ടാണെന്ന് തോന്നുന്നു ദാഹിച്ച് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാനിപ്പോ വചനം ഒന്നും കൂടെ നോക്കാം. അപ്പം പോകുന്ന വഴി അത് ഞാൻ ധ്യാനിച്ചോണ്ട് ബൈബിൾ തുറന്നിട്ട് എഴുതി വെച്ചോ നോക്കിയിട്ട് കാണാനില്ല. 11 മണിക്കാണ് അവിടെ, മണി ഇപ്പൊ 10:45. വചനവും കാണാനില്ല. ഞാൻ അമ്പരന്ന് കർത്താവിനെ എന്ത് ചെയ്യും? എന്നിട്ട് രാവിലെയും കൂടെ ഞാൻ നോക്കിയതാണല്ലോ, എല്ലാം അടുക്കി വെച്ച്. എന്നിട്ട് ബൈബിളിൽ വചനവും ഇല്ല. ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് പോയി, കാരണം സമയമില്ല. അവിടെ എത്താൻ ഇനി കുറച്ച് സമയമുള്ള. ഞാൻ ഓടി അവിടെ ചെന്ന് എനിക്കങ്ങ് ഭയങ്കര ഇതേ. പിന്നെ ഞാൻ ആ സ്റ്റെപ്പ് കയറിയപ്പോ ഞാൻ ഒരു കാര്യം വിചാരിച്ചു, കർത്താവാണ് അയച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവെ അങ്ങ് ഞാൻ വചനം പറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വേല നിൽക്കുന്നു. ഞാൻ ഒരു ബൈബിൾ കോളേജിലോ ഞാനൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാനത് വരെയാണ്. ഞാൻ നിന്ന് തന്നെ എന്നോട് എന്നെ അങ്ങ് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മെസ്സേജിന്റെ സമയം, ഇന്ന് നമ്മളോട് വചനം പറയുന്ന ശേഷം അപ്പോഴേ എന്റെ നെഞ്ച് അങ്ങ് ഇടിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യും? ഒരു ഭാഗ്യം. പക്ഷേ ഇത് കേട്ടത് ഞാൻ അവിടെ പോയത്. എനിക്ക് അവിടെ തന്ന 1 മണിക്കൂർ കൂടുതലൊന്നും ഞാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഏത് വചനം എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നീണ്ട നിര തന്നെ എന്റെ അടുത്ത് നിന്ന് അവർക്ക് അവരുടെ വിഷയങ്ങൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും
ഇന്ന് എനിക്കറിയില്ല. ഒരു എൻ ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ ഒരു ഭയങ്കര ലജ്ജയുള്ള വ്യക്തിയാണ്. ഭയം അതിനപ്പുറം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആക്സിഡന്റിൽ ഓർമ്മക്കുറവുണ്ട്. ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് മറന്നുപോണ്. ഞാൻ ഇങ്ങനെ എന്ത് പറഞ്ഞെന്ന് ഞാൻ എപ്പഴും ആലോചിക്കും. എനിക്ക് അവിടെ ആരോടത്തെങ്കിലും ചോദിക്കാൻ പറ്റൂലല്ലോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച ആന്റി എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, വളരെ നല്ല മെസ്സേജായിരുന്നു. വളരെ നല്ല രീതിയിൽ വചനം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ടൂ വീലറിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് അറിയില്ല. ഞാൻ കരഞ്ഞോണ്ട് വന്ന, കർത്താവേ ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കൊന്നും അറിയില്ല എന്താണ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്കൊരു ധൈര്യമായി. എവിടെ നിന്നും അത് ഞാൻ 2016 നടന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യത്തിനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങുന്നത്. ആ ഒരു ജംഗ്ഷനിലോ ഒരു കോളനികളോ ഒരു പ്രത്യേക സ്ഥലത്ത് പോകുമ്പോഴ് എന്റെ കൂടെ വരുന്ന സൗകര്യം അവിടത്തേക്ക് പറ്റിയ വചനം ദൈവം അപ്പൊ തരും. അതെനിക്ക് പറയാൻ കഴിയുന്നു ഇന്ന് വരെയും. കർത്താവിന്റെ വേല എന്നെ കൊണ്ട് കഴിയുന്നു. എനിക്കിപ്പോ അതേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു വരുന്നു. ഈ പലപ്പോഴും ഞാൻ ആലോചിക്കും, കർത്താവെ ആ ഓരോ സംഭവം, ആ തീയിൽ നിന്നും അതിൽ നിന്ന് ഞാൻ എങ്ങനെ ഇതുവരെ എത്തി കർത്താവെ. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ 2002 ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് എൻ്റെ നേരെ മൂത്ത ചേച്ചി, നന്തൻകൂടുള്ള ചേച്ചി ചേച്ചി മരിച്ചു. ഞങ്ങളെ കൂടെയുള്ള അമ്മയുടെ അനുജത്തി, അതായത് ഞങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ കൂടെ നിൽക്കുന്നവര് കുഞ്ഞമ്മ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം കൺട്രോൾ ആയിരുന്ന എൻ്റെ സഹോദരനും വൈഫും മരിച്ചു. അങ്ങനെ ഓരോരുത്തരായി പൊയ്ക്കൊണ്ടിരുന്ന് ഈ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് എനിക്കറിയില്ല. എന്റെ കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഇപ്പൊ വീട്ടില് അമ്മ സുഖമില്ലാതെ കിടക്കുന്നു. എന്നെ കേൾക്കുന്നവര് നിങ്ങളുടെ ഉറപ്പിന് ഞാൻ പറയുന്നു, 2017 അമ്മ വീണ് വലിയ ഇതായിരുന്നു. നട്ടലിന്റെ ആ ഭാഗക്കാലെല്ലാം പൊട്ടലും ഫ്രാക്ചറായി മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് ഡോക്ടർമാര് പറഞ്ഞു ജീവിത അവസാനം വരെ അമ്മ ഇങ്ങനെ കിടക്കും. ഞാൻ കർത്താവിനോട് എന്ത് ചെയ്യും? ഓരോ ദിവസവും വീട്ടിന്റെ നടയിൽ ആംബുലൻസ് വരും, അതിൽ കയറ്റും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വീണ്ടും ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവേ ഈ ആംബുലൻസ് നടയിൽ വരരുത്, എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഡിസ്ചാർജ് വീട്ടിൽ പോയിട്ട് ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെ ആയിരിക്കും. എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് വേഗത്തിൽ ഒരു ദിവസം ഞാൻ ഒരു മാസമായില്ല, 28ാമത്തെ ദിവസമായി അമ്മ ഇങ്ങനെ കിടക്കയാണ് ചലനമറ്റ്. ഞാൻ അമ്മയുടെ ബെഡിനെ ഇങ്ങോട്ട് കുത്തി പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, കർത്താവ് തന്നെ ഒന്ന് കരം പിടിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഒരു വിശ്വാസത്തിൽ നമ്മുടെ അമ്മ ഒന്ന് എണീക്കാൻ പറഞ്ഞു. അമ്മ ഈ സ്തോത്രം, കർത്താവെ എന്നെ പിടിച്ചോളണേന്ന് പറഞ്ഞു അമ്മ അങ്ങ് ചാടി എണീറ്റ്. ഇന്ന് വരെ അമ്മയെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകണം. പിന്നെ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ അമ്മയ്ക്കുണ്ട്. എന്റെ ദൈവം അത്രത്തോളം നമ്മളെ കരുതുന്നു. അത് എനിക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ പരസ്യവും ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് വീട്ടിൽ നിന്ന് ഫോൺ വന്ന്, അമ്മയ്ക്ക് തീരെ സുഖമില്ല, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. അപ്പൊ പെട്ടെന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പം എന്റെ ഒരു ബന്ധു രാവിലെ എനിക്കൊരു 2000 രൂപ എന്റെ കയ്യിൽ തന്നു. അപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. ഞാൻ ആ പൈസ ആംബുലൻസിൽ 2500 പറഞ്ഞ് 2000 രൂപ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് നേഴ്സ് വന്ന് പറഞ്ഞു ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ വേണം, പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല, ഞാൻ എന്ത് ചെയ്യും? കയ്യിലുള്ള പൈസ എല്ലാം അവർക്ക് കൊടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം. അവർ ഓരോ സ്ഥലം ദൂരെ നിൽക്കുന്നു, ഞങ്ങൾ വരാം ഇപ്പൊ എത്താന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ അവര് വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തായാലും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു ഈ ഇഞ്ചക്ഷൻ്റെ 6 രൂപയെന്ന് പറഞ്ഞു. ഇതെന്തോ 6 രൂപ, 6 രൂപയ്ക്കുള്ള എന്തോന്ന് ഇഞ്ചക്ഷൻ ഇത്? എനിക്ക് ഇന്നും അത് മനസ്സിലാവില്ല, 6 രൂപയുടെ ഇഞ്ചക്ഷൻ. ഞാൻ നോക്കിയപ്പോഴേ എന്റെ കയ്യിലുള്ള ചില്ലറ 6 രൂപ എടുത്തു. ഞാൻ തിരിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് നേഴ്സിന്റെ കയ്യിൽ ആ മരുന്ന് കൊടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്ത് ചെന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്റെ കർത്താവ് എത്ര വലിയ, ഞാൻ വിചാരിച്ചു എത്രയോ വലിയ തുകയായിരിക്കും ഈ ഇഞ്ചക്ഷൻ എന്ന്. അത് പേടിച്ച് ഞാൻ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ കൊടുത്തു 6 രൂപയെന്ന്. ഇന്നും എനിക്ക് മനസ്സിലായി 6 രൂപയുടെ എന്ത് ഇഞ്ചക്ഷനാണ്. അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ തന്നത്. അങ്ങനെ ഒരുപാട്
ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. അമ്മ നല്ലൊരു ജോലിയിൽ ഞാൻ ഇരുന്ന്, പക്ഷെ അമ്മയോട് ഞാൻ ചോദിച്ചു ജോലി കളയണേന് മുമ്പ്, അമ്മ ഞാൻ സുവിശേഷം ചെയ്യണോ ജോലി ചെയ്യണോ? അമ്മ ഒറ്റ വാക്കി പറഞ്ഞു സുവിശേഷ വേല ചെയ്യാൻ. ആ അമ്മയാണ്, അമ്മയെ കഷ്ടപ്പെടുത്തരുത്, അമ്മയ്ക്കൊരു സൗഖ്യം കൊടുക്കണം. ഇതുവരെ എൻ്റെ കർത്താവ് ഇതുവരെ വിശ്വസ്തനായിരുന്നു. വലിയ വലിയ ഒരു രോഗങ്ങളുമില്ല. അമ്മ വീണതിനോടുള്ള നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു ആഹാരമായിരുന്നാലും അമ്മയ്ക്ക് ഈ വേണ്ടുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്താൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് പോലും അവർ നല്ല ടേസ്റ്റോടെ കഴിക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അമ്മ എന്നെ സുവിശേഷ വേല ചെയ്യാൻ സന്തോഷത്തോട് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു പ്രയാസവും കർത്താവ് വരുത്തരുതേ. ഇന്നും അമ്മ എത്ര അസുഖമായിരുന്നാലും അതാ ഇതാന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞാലും പ്രാർത്ഥിച്ച് അമ്മയെ അവിടെ നമ്മള് കിടന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ പാട്ട് കേൾക്കാം. അമ്മ പാടി ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കും. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഭവം. എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. എന്നാൽ ഒന്നുകൂടി പറഞ്ഞുവിട്ട്, ഈ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്ത് എൻ്റെ ചേച്ചി കൊറോണയായിട്ട് കിടന്ന ചേച്ചിയാണ്. ദൈവം അത്ഭുത വിടുതൽ കൊടുത്ത് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് BP എന്തോ കൂടി ചേച്ചിയുടെ വലത് കൈയും കാലും എല്ലാം അങ്ങ് ഇതായി, സ്ട്രോക്ക് വന്നു, സംസാരവും പോയി. അപ്പൊ തിരുവനന്തപുരം ജൂബിലിയിൽ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി. ഞാൻ കൊണ്ടുപോണതിന് മുമ്പ് ചേച്ചി ഇങ്ങനെ കുഴഞ്ഞു കിടന്നപ്പോഴും എനിക്ക് ഇപ്പോഴും തോന്നുന്നു എൻ്റെ 2 തുള്ളി കണ്ണീര് ചേച്ചിയുടെ ദേഹത്ത് വീണു. അതൊരു ചൂടായിട്ട് എനിക്കൊരു തിളച്ച വെള്ളം വീഴും പോലെ എനിക്ക് തോന്നി. അത്രയ്ക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, കർത്താവേ ഞങ്ങളെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല, കർത്താവ് ഒന്ന് കാത്തോളണേ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ MRI ഒക്കെ എടുത്തപ്പോൾ ഡോക്ടർ വരെയും അതിശയിച്ചു പോയി. ഇത് ഒരു സൈഡ് മൊത്തം സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയിട്ട് കിടക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ പിറ്റേന്ന് തന്നെ എൻ്റെ ചേച്ചിക്ക് വലിയ മാറ്റം വന്ന്, സംസാരമൊക്കെ ക്ലിയറായി. ഇന്ന് ഈ മെനിഞ്ഞാന്ന് സൺഡേ തിരുവത്താഴത്തിന് ഞങ്ങളുടെ ചർച്ചിലെ സ്റ്റെപ്പെല്ലാം കയറി ചേച്ചി വന്നു. തിരുവത്താഴം എടുത്ത് വീട്ടിൽ വന്നു. വലിയ വിടുതൽ, സംസാരത്തിനൊക്കെ വളരെ വ്യത്യാസം വന്നു. കൈയും കാലും എല്ലാം നല്ല രീതിയിൽ ചലിപ്പിച്ച് സഭയ്ക്കകത്ത് വരുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവം എന്തെങ്കിലും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല കർത്താവ്. എന്തെങ്കിലും ഒരിത് തന്നിരുന്നാലും അതിന്റെ 100 മടങ്ങായിട്ട് സ്നേഹിക്കുകയും അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത് പല ഒരുപാട്, ഞാൻ അതൊന്നും പറയാൻ ഇനി സമയമില്ല. ഞാൻ പറയുന്നത് എന്റെ കേൾക്കുന്ന പ്രിയരെ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് മരണം മുഖാമുഖം കണ്ട ഒത്തിരി സമയങ്ങളുണ്ടായിരുന്നു. ചിലർ ചോദിക്കും, നിങ്ങളെ ദൈവം ഇങ്ങനെ ഇത് എന്തോന്ന് നൂല് കെട്ടി തരുമെന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, പല സമയങ്ങളിൽ എനിക്ക് അങ്ങനെ നൂല് കെട്ടി തന്നതുപോലെ നിന്നിട്ടുണ്ട്. ഇത് 2006 2007 ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പ്രത്യേക ഒരു പോയിന്റിൽ വളരെ വേദനയോടെ ആയിരുന്ന ആ സമയത്ത്. അന്ന് നമുക്ക് 20 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. അപ്പൊ 20 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് 3 ദിവസം എന്തോ ആയി. അപ്പൊ ആദ്യമായിട്ട് ഒരു ജയോത്സവം ശംഖുമുഖം ബീച്ചിൽ വെച്ച് കൺവെൻഷൻ നടക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയൊക്കെ വേണ്ടുന്ന ഒരു സമയം, വലിയ ഒരു വേദനയിലായിരുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞു, എനിക്ക് കയ്യിൽ പൈസ ഇല്ല, ഒരു പൈസയും ഇല്ല, എനിക്ക് ആ മീറ്റിങ്ങിന് പോകണം. അപ്പൊ പെട്രോൾ എന്ന് പറഞ്ഞ ഒരു തുള്ളി കാണൂല ഇതിന്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കയ്യിൽ പൈസ വരുന്നത് വരെയും എനിക്ക് അങ്ങ് പെട്രോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണം. ഞാൻ ശംഖുമുഖത്ത് ആ മീറ്റിങ്ങിന് 3 ദിവസവും പോയിട്ട് വരുവാൻ എന്നെ സഹായിച്ചു എൻ്റെ വലിയവനായ ദൈവം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ, അനുഭവിച്ച ഞാനാണ്. അതില് 20 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 4-5 ദിവസമായി. ആ പെട്രോൾ എനിക്ക് അടുത്ത പൈസ കിട്ടുന്നത് വരെയും എനിക്ക് ഓരോ മീറ്റിങ്ങിന് പോകാൻ സഹായിച്ചു. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ നമ്മൾ ഈ ചാർജ് ചെയ്യുന്നത് മറ്റേ കീപാഡ് ഫോണല്ലേ. അപ്പൊ അതില് ഒരാഴ്ച 7 ദിവസത്തേക്കൊക്കെ നമ്മൾ ചാർജ് ചെയ്യും. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പൊ ഒരു പൈസയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു കർത്താവേ, എൻ്റെ കയ്യിൽ പൈസ വരുന്നത് വരെ എനിക്ക് എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, ഒരു അത്ഭുതം എനിക്ക് ചെയ്യണേന്ന് പറഞ്ഞു. കാരണം 7 എന്നുള്ള ദിവസം അതിന്റെ ഒരു മിനിറ്റിന് മുമ്പേ ആ കമ്പനിക്കാർ കട്ട് ചെയ്യും നമ്മുടേത്. പക്ഷെ എനിക്ക് ദിവസങ്ങളോളം, ആഴ്ചകളോളം അവര് മറന്നുപോയതോ എന്തോന്ന് അറിഞ്ഞൂടാ, എനിക്ക് ആ മൊബൈലിൽ എനിക്കത് ഉപയോഗിക്കാൻ സാധിച്ചു. എൻ്റെ പെട്രോളിന്റെ കാര്യമായിരുന്നാലും നമുക്കല്ലാതെ പൈസയുടെ കാര്യം, ഈ കൊറോണ കഴിഞ്ഞ് കടഭാരത്തിൽ ഞങ്ങൾ മുങ്ങി, പലിശക്കട വരുന്നു, നിന്ദയും പരിഹാസത്തിന്റെയും ഒരുപാട് അനുഭവിച്ചു. കടഭാരം മൂലം ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു വേദന. നമുക്കൊരു കർത്താവുണ്ട്, ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ.
തക്ക സമയത്ത്, എന്നാൽ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ചിലപ്പോൾ നിന്ദയും പരിഹാസവും അല്ലെങ്കിൽ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായാലും എൻ്റെ ദൈവം തക്ക സമയത്ത് നമ്മളെ വന്ന് കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ, ഈ 2026 ആരംഭം മുതൽ എനിക്കൊരു ആശ്വാസം, കുറേ പ്രയാസങ്ങൾ, കുറേ കടഭാരങ്ങൾ ഒക്കെ ദൈവം ഞാൻ വിടുവിച്ചു. വളരെ ഒരു സമാധാനം, ആശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം വിട്ടുപോകുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞങ്ങൾ പരസ്യയോഗം ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ടൗണിൽ, അതായത് സ്റ്റാച്ചുവിന്റെ അടുത്ത് അറിയായിരിക്കുമല്ലോ, അവിടെ ഒരു പയ്യനുണ്ട്. അവന്റെ പേര് അനീഷ് എന്നാണ്. ഒരു 13 വർഷത്തിൽ കൂടുതലായിട്ട് ആ റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമ്മളൊരു ലക്ഷ്യം ബാധിച്ച ഒരു പയ്യനെ പോലെയായിരുന്നു. അവനെ ഞങ്ങൾ ആദ്യമൊക്കെ സമീപിക്കുമ്പോൾ നമ്മളെ ഓടിച്ചു വിടും. ഭയങ്കര അലർച്ചയും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഒരു ദിവസം എന്നെ കണ്ടിട്ട്, അവിടെ ഒരു അമ്പലമുണ്ട് ഗണപതി, അവിടെ വിളിച്ച്, ദൈവമേ ബന്ധക്കോസുകാരിയുള്ള മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ വൈകിട്ട് വളരെ ടയേർഡായിട്ട് നിന്ന ഒരു ദിവസം ഈ പയ്യൻ ഇങ്ങനെ പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ മനസ്സിൽ ഞാൻ വെറുതെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കർത്താവിനെ സാക്ഷിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് ഒരു കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി മാസം ഇതുപോലെ ഈ ഇവിടെ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഈ സമയം, ഇത് തലേ ദിവസം ഞാൻ പാളയത്ത് വെച്ചവനെ കണ്ടപ്പോഴും വല്ലാതെ ഒരു വേദന നിറഞ്ഞ മുഖം. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ നോക്കിയപ്പോഴേ കാലെല്ലാം മുറിവ്, രക്തം ഇങ്ങനെ ഒലിച്ച് കിടക്കുന്നു. അപ്പൊ എന്നെ ദൈവാത്മാവ് പറഞ്ഞു, ഇത് പറ്റിയ സമയമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചായ വേണോ? ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ 2-3 ദിവസം കൊണ്ട് അവൻ ആ കാലിന്റെ ആ ഭയങ്കരമായ മുറിവുകളെല്ലാം ഉണങ്ങിയതിനു ശേഷം എന്നെ മാത്രം കാണാം. അപ്പൊ പാസ്റ്റർമാര് വരെ പറഞ്ഞിട്ടുണ്ട്, അടുക്കരുത്, ആ പയ്യൻ ഭയങ്കര ഒരു സാധനമാണ്. ട്രാക്ടർ കൊടുക്കുന്ന സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവനെ കണ്ടുകൂടാ, അവൻ നമ്മളെ ഓടിച്ചിട്ടടിക്കും, അവന്റെ അടുത്ത് അധികം മാറി നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അവൻ എപ്പോഴും അമ്മ എന്ന് വിളിക്കും, പിന്നെ അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കും. എന്തൊക്കെയാണോ ഞാൻ എന്തുവാണോ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവന്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു. അവന്റെ സ്വദേശം വെള്ളറട എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയില്ല, നിനക്ക് സഹോദരങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവനൊരു പ്രത്യേക, കാരണം അവന് വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ട് കൊടുക്കും, നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കും, ഭയങ്കര സന്തോഷം. അവന്റെ ഭയങ്കരമായ താടിയും മുടിയൊക്കെ വെട്ടി അവനെ ഒന്ന് ഞങ്ങള് റെഡിയാക്കി എടുത്തു. അങ്ങനെ ഞാന് നമ്മുടെ അവിടെ കനകക്കുന്നിന്റെ അവിടെ ആകുമ്പോൾ വിശാലമായ സ്ഥലമാണ്, 4 വശവും പോലീസും എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും എന്നോടൊപ്പം നീ എല്ലാവരെയും പഠിപ്പിക്കും പോലെ അവനെ പഠിപ്പിക്കാൻ പോകരുത്, അത് വലിയ ഡേഞ്ചറാണ്. എന്നാലും ഞാൻ ആൾക്കാരുള്ളത് കൊണ്ട് അവിടെ ചെന്നിരുന്ന് വചനം പഠിപ്പിച്ചു കൊടുത്ത്. പക്ഷെ എന്നെ ഇന്ന് വളരെ നമ്മുടെ സഭയിൽ വരുന്നുണ്ട്. ഞാൻ പരസ്യത്തിനൊക്കെ കൊണ്ടുപോയി. ഞാൻ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊടുത്ത ചില വചനങ്ങൾ അവൻ അങ്ങ് പറയുകയാണ്. ആ പരസ്യത്ത് നിന്നിട്ട് അപ്പൊ അവനെ കാണുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കും. കാരണം ആൾക്കാർക്കറിയല്ല ഞാൻ ഈ പാളയം റോഡിൽ കിടന്ന വ്യക്തിയാണ്. എന്നെ യേശു വിളിപ്പിച്ച ഒരു വലിയ സാക്ഷ്യം. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിളിച്ച് ചോദിച്ച് 2-3 നേരം കൂടെ തരട്ടാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുമെന്ന്. അല്ലെങ്കിൽ അത് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ആ പയ്യനൊക്കെ ഇപ്പൊ ഉടനെ ബാപ്റ്റിസം എടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി, അവള് ഇത് LLB കഴിഞ്ഞു, നാട്ടില് വന്നു. ഇപ്പൊ ബൈബിള് പഠിക്കാൻ വളരെ ആഗ്രഹിക്കുന്നു. സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവരന്യമതക്കാരാണെങ്കിലും കർത്താവിനെ യേശുവിനെ വളരെയധികം സ്നേഹിക്കുന്ന, ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ ആ കൊച്ചു വണ്ടിയായിട്ട് അവിടെ വരും. ഡ്രൈവ് ചെയ്ത് വന്നിട്ട് എന്നെ കൊണ്ടുപോയി, ആന്റി എനിക്ക് ബൈബിൾ പഠിക്കണമെന്നുള്ള അത്രയ്ക്കും ചിലരുടെ ഹൃദയങ്ങളെ നമ്മൾ അടുപ്പിക്കുന്നത്. ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, അതിന്റെ 10ാം ക്ലാസ് തൊട്ട് ഞാൻ അവളെ ഫോളോ ചെയ്യുകയാണ്. ഞാൻ വചനം പഠിപ്പിക്കുകയും, ഹല്ലേലൂയ, തിരുവനന്തപുരം ക്രൈസ്റ്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റി ഞാൻ തോറ്റുപോകും, കുറേ വിഷയങ്ങൾ, കൊച്ചു കുട്ടിയാണെങ്കിലും എന്നോട് ഹൃദയം തോന്നി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച മോളെ അതിൽ നിന്നെല്ലാം ദൈവം പിടിവിക്കും. എന്നാൽ അവള് വേറെ പഠിക്കാൻ അവിടെ പോയി ആ സമയത്ത് പോലും എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു. ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ പറയുന്ന വചനങ്ങളെല്ലാം വായിക്കും. ഇവിടെ നാട്ടിൽ വരുമ്പോ കേശവദാസപുരത്ത് പോയി ആ ബുക്ക് സ്റ്റാളിൽ പോയി ബൈബിളുകളും ക്രിസ്ത്യൻ ബുക്കും എല്ലാം വാങ്ങിച്ചു കൊടുക്കും, അതെല്ലാം വായിക്കും. ഇന്ന് ആ കുട്ടി ബാപ്റ്റിസം എടുക്കാൻ തയ്യാറായി നമ്മുടെ സഭയിൽ നിൽക്കുകയാണ്.
അങ്ങനെ എന്നെ കഴിയുന്ന തരത്തിൽ എൻ്റെ കർത്താവിന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പം ഈ ലോകത്തിന്റെ സർവ്വസമ്പത്തും ഒരു ത്രാസിൽ വെച്ചിട്ട് ഒരു പിച്ചക്കാരനെ എഴുതാൻ നിർത്തി ആ തട്ട് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ സ്വയം എപ്പോഴും ചിന്തിക്കും, ഞാൻ പരസ്യത്തിനൊക്കെ ഈ വചനം പറയുമെങ്കിലും ഞാൻ വിചാരിക്കും, അപ്പൊ കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോഴേ അപ്പൊ നമ്മളെ സമ്പാദ്യ നിക്ഷേപം ഇതായിരിക്കണമല്ല, ആത്മാക്കളെ നേടുക. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ട്രാക്ടർ കൊടുത്ത് നടന്നു വന്ന വഴി പാളയത്ത് വെച്ച് ഒരു പയ്യനെ കണ്ടു. നല്ല ഹാൻഡ്സമായിട്ട് നല്ല വെളുത്തിട്ടൊരു പയ്യൻ, ആ കുറി തൊട്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് പാളയം ആ മാതാവിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പം എന്റെ മനസ്സ് പറഞ്ഞു പിന്നെ ഫോളോ ചെയ്യാൻ. ഞാൻ പുറകെ ചെന്നിട്ട് ട്രാക്ട് കൊടുത്തു, വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആന്റി എനിക്ക് ചേച്ചി എനിക്ക് ഇത് ബൈബിൾ പഠിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അവനെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളുടെ ചർച്ചിന്റെ വേറെ ഒരു ബ്രദറും ഞാനുമായിട്ട് ബൈബിൾ പഠിപ്പിച്ച് അവൻ ബാപ്റ്റിസ് കൊടുത്ത്. ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിലെ നല്ല ഒരു കുടുംബജീവിതം. അവൻ അനാഥനെ പോലെ വീട് വിട്ടിറങ്ങിയ പയ്യനാണ്. MLA ഹോസ്റ്റലിൽ ജോലി ഉണ്ടായിരുന്നു. ഒരു വിവാഹം കഴിഞ്ഞ് 2 കുട്ടികൾ. അവൻ ചർച്ചിന്റെ ഒരു നല്ല ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഒരു സുവിശേഷകനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ നാളുകളിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് വിധേനയും കർത്താവിന്റെ ആഗ്രഹം. ശമരിയ സ്ത്രീയോട് പോയി ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന് എപ്പോഴും കർത്താവിന്റെ ദാഹവും വിശപ്പും ആത്മാക്കളെ കുറിച്ചായിരിക്കും. അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ, ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടി എൻ്റെ കർത്താവിന് ഞാൻ ചിലപ്പോൾ എനിക്ക് വളരെ വിഷം അല്ല അസുഖങ്ങളോ ടയേർഡായിട്ട് ഇരിക്കണേ ഞാൻ വിചാരിക്കും ഇന്ന് പോണ്ട എന്ന് പറഞ്ഞിരുന്നാൽ എനിക്കൊരു സ്വസ്ഥത കിട്ടൂല. എനിക്ക് എവിടെയെങ്കിലും ചെന്നൊരു പരസ്യയോഗം എനിക്ക് അതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടൂല. ഞാൻ ഓടും. എനിക്ക് പറ്റിയ സഹോദരിമാരും ഉണ്ട്. ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് പരസ്യം ചെയ്യണമെന്ന് എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് എനിക്ക് അതിനുള്ള ഒരു ധൈര്യം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പാസ്റ്റർമാര് പറയണത് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന്. എനിക്കതൊരു കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു കൂട്ടുകാരി ഒരിക്കൽ ഞാൻ ഇവിടെ മ്യൂസിയത്തിന്റെ ഇവിടെ ട്രാക്ടർ കൊടുത്തോണ്ട് നിന്നപ്പോ അവള് എതിരെ വലിയ ഒരു ഫോറിൻ കാറിൽ അവള് UK എന്താ വന്ന് കുറെ വർഷമായി. എന്നിട്ട് എന്നെ വിളിച്ച് ഒരുപാട് വഴക്ക് ഫോണിൽ കൂടെ പറഞ്ഞ്, ഞാൻ നിന്നെ കോളേജിൽ വെച്ച് കണ്ട നിന്നെ ഇപ്പൊ കണ്ടത് നീ എന്തിങ്ങനെ ഉയർത്തുന്ന ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ കൊടുത്തോണ്ട് നടക്കുന്നു. ഞാൻ അപ്പോഴും ചിരിച്ചു. ഇത് ഇത്രയും യൂസ്ലെസ് ആയി പോയില്ല എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്റെ ഇഷ്ടമല്ലേ ഇത്, അത് നിനക്കത് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവള് പോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിറ്റേ വർഷം അതേ സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശൈലജ എനിക്ക് നിന്റെ കൂടെ വരണം, എനിക്ക് നീ ചെയ്യുന്ന വേല ചെയ്യണം, എനിക്ക് ഒരു സമാധാനവുമില്ല. വിദേശത്ത് നിന്ന് ഒരുപാട് പണം ഒരുപാട് ഡിഗ്രി ഒക്കെ നേടിയെങ്കിൽ എനിക്കൊരു സമാധാനം, ഞാൻ നിന്റെ കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോ. അങ്ങനെ നമ്മളെ ഒരുപാട് പേര് നമ്മൾ ആരെല്ലാം ഒന്നിച്ചിട്ടുണ്ടോ അവരെല്ലാം, ഞാൻ അവരെ കൂടെ പോയിട്ടില്ല, അവരെന്റെ കൂടെ ഒത്തിരി പേര്, ഒരുപാട് പേര് ചില പേരുകൾ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റൂല. അങ്ങനെ എനിക്ക് നേടിയിട്ടുണ്ട്. ഞാൻ പട്ടണങ്ങളിൽ ഏതൊരു സഭയിലും നോക്കിയായിരുന്നാലും ഞാനും കൊണ്ടുവിട്ടിട്ടുള്ള കുറച്ച് പേര് അവിടെ കാണും. ഹല്ലേലൂയ. എന്റെ ആഗ്രഹം എന്റെ കർത്താവിന് വേണ്ടി എങ്ങനെയും എന്റെ ആ നരകത്തെ കാലിയാക്കിയിട്ട് സ്വർഗത്തെ നിറയ്ക്കാൻ ദുഷ്ടപിശാചിന് ഒന്നിനെയും വിട്ടുകൊടുക്കാതെ എന്നാൽ കഴിയുന്ന തരത്തില് എനിക്ക് ആത്മാക്കളെ നേടുവാൻ. കാരണം ഈ ഞാൻ പാളയത്തുള്ള ആ പയ്യന്റെ കാര്യം ഇന്ന് അവിടെ കച്ചവടക്കാര് വരെ പറയുന്നു, ഇവൻ എങ്ങനെ, കാരണം അവന്റെ ഒരു വേഷം എൻ്റെ ഒരു കൂട്ടുകാരി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഇരുന്ന് ഒരു വല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ ഇന്ന് ഇത്രയും മാറി. പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോലും ഞങ്ങളെ വിളിച്ചു. കാരണം പട്ടണത്തിൽ ഞങ്ങൾക്ക് നേരെ ട്രാക്ടർ കൊടുക്കാൻ പോലും അവസരമില്ലാതിരുന്ന് നമ്മൾ ചെല്ലുമ്പോ അവര് നമ്മളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഷോപ്പുകാരൊക്കെ. അപ്പൊ അത്രയും ഒരിത് പട്ടണത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി കർത്താവ് ജീവനുള്ള കാലമൊക്കെയും എൻ്റെ കർത്താവിന് വേണ്ടി, എന്റെ യേശുവിന് വേണ്ടി, എന്റെ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. ഞാൻ എപ്പോഴും പറയും, അതുകൊണ്ട് എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. എൻ്റെ ജീവിതം യേശുവിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ ഈ പരസ്യയോഗം തിരഞ്ഞെടുത്തതെന്ന് വെച്ചാല് ഏറ്റവും ഭയങ്കര ഭയമാണ് എനിക്ക്. ഞങ്ങളുടെ അവിടെ ഈ കഴക്കൂട്ടം എന്ന് പറഞ്ഞ ടെക്നോ പാർക്കിന്റെ ഒരു ടൗൺ ഉണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജനം, കോളേജ് സ്റ്റുഡൻസ് എല്ലാവരുടേത്.
അവിടെ പരിശോധന ചെന്നിട്ട് മൈക്ക് എൻ്റെ കയ്യിൽ തന്ന് ശരിക്കും എനിക്കൊരു വിറയൽ വന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ആ സീന് എനിക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ കുറിച്ച് ഏറ്റവും എനിക്കൊരു ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് വചനം പറയാൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആദ്യം കുറെ വഴക്ക് പറഞ്ഞ ഒരാള് കുറച്ച് കഴിഞ്ഞപ്പോഴും പുള്ളി എന്താണത് ഒരു വണ്ടിയിൽ വന്നിട്ട് ഒരു വലിയ ഒരു പെപ്സിയുടെ കുപ്പി കൊണ്ട് വെച്ചിട്ട് ഇത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ അനുഭവങ്ങൾ, ഞങ്ങൾ കിടന്ന അവസ്ഥകൾ, ഞങ്ങൾ ആരും സഹായിക്കാനില്ലാതിരുന്ന സമയത്ത് റൂമിന്റെ മച്ചിൽ നോക്കി നെടുവീർപ്പിട്ടുന്ന സമയത്ത് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ ശ്വാസത്തിന് വേണ്ടി നിലവിളിച്ച് ഡോക്ടർമാര് വിധി എഴുതിയ സ്ഥാനത്ത് കരഞ്ഞ സമയത്ത് അവിടെ ഇറങ്ങി വന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ യേശുവിനെ എനിക്ക് എവിടെയും എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് എനിക്കൊരു മടിയുമില്ല, ഒരു പേടിയുമില്ല, ഒരു ലജ്ജയുമില്ല. അത്രമാത്രം യേശു എൻ്റെ ജീവിതം ചെയ്ത ഓരോ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. മരണപ്പെടേണ്ട അനേക സമയങ്ങൾ ജീവിതത്തിൽ വന്ന് അതിൽ നിന്നെല്ലാം രക്ഷിച്ചു ഇന്ന് നിർത്തിയിരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം. ആ കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ട കുരിശിന്റെ ചുവട്ടിൽ എൻ്റെ എല്ലാ വേദനകളും ഇറക്കി വെച്ച് ഓരോ ദിവസവും ഞാൻ മുന്നോട്ടു. എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് കർത്താവിന്റെ നാമത്തെ മറ്റുള്ളവരുടെ ഘോഷിക്കുവാൻ, വചനം പഠിപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ പോയില്ലെങ്കിലേ ഇപ്പൊ ദുഃഖമുള്ളൂ. നമ്മളെ സഹോദരി കുറെ പേരുണ്ട്, അവരെല്ലാവരും ഇതുപോലെ തന്നെയാണ്. അവര് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ യേശു കാരണം ഒത്തിരി സാക്ഷിയുള്ളവരാണ് എല്ലാവരും. കാരണം നമ്മൾ വന്നത് ഏതെങ്കിലും അല്ലെങ്കിൽ ബൈബിൾ കോളേജ് സെമിനാരികളൊന്നുമല്ല, ഒരു ഗെത്സമനയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. കർത്താവ് ചെയ്ത ആ ഉപകാരങ്ങള് അത് എത്ര 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 നന്ദി പറയാം. അത് നമ്മൾ സഭയിൽ നിന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എന്ന് പറയുന്നതിലുപരി എനിക്കിഷ്ടം, ഞാൻ അത് ആലോചിക്കുമ്പോൾ ഞാൻ എത്ര വയ്യെങ്കിലും ഇറങ്ങി ഓടും, ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് അനേകരോട്. കാരണം എനിക്ക് പരിശോധത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മലയങ്കീരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോഴ് പിന്നെ നമുക്ക് അവിടെ ആദ്യം എതിർപ്പായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് പേര് ഒന്ന് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാ കടയുടെ അവിടെ ഇങ്ങനെ 4 വശവും അവിടെ നിന്ന പുരുഷന്മാരൊക്കെ വന്നിരുന്ന് ഞങ്ങളത് പറഞ്ഞു തീരുന്നത് വരെ അവരിങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പോഴെനിക്ക് സന്തോഷം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ട്രാക്റ്റും ബൈബിളൊക്കെ അവരെ കൊണ്ട് കൊടുത്തപ്പോഴവരെ സ്വീകരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊരു ഹോളിൽ വെച്ച് നടത്തിയിരുന്നാല് ഇവരാരും അവിടെ വരൂല. പക്ഷെ എത്ര ഇതായിട്ട് അത് കേട്ടു. കാരണം നമ്മുടെ സാക്ഷ്യങ്ങൾ ഒരുപാട് സാക്ഷ്യം ഉള്ള സഹോദരിമാരുണ്ട്. അതെല്ലാം പറഞ്ഞ് കർത്താവ് ഞങ്ങളെ വിടുവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഞങ്ങളെ ഇന്ന് ബൈബിളൊക്കെ സ്വീകരിക്കും. ചിലവര് റിജക്ട് ചെയ്തു. ആരെങ്കിലുമൊക്കെ കൂടുതൽ റിജക്ട് ചെയ്ത സ്ത്രീയും പുരുഷന്മാരും ഉണ്ടെങ്കിൽ അവര് പിന്നത്തേതിന് ഞങ്ങളോട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് കുറെ സാക്ഷ്യങ്ങളുണ്ട്. ചിലപ്പോൾ അവരെ പേരൊന്നും വെളിപ്പെടുത്താൻ കഴിയാത്ത ഇതായിരിക്കാം. അങ്ങനെ ഈ ദിവസങ്ങൾ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, പ്രിയ സഹോദരി, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സകല പ്രശ്നത്തിന് ഏക ഉത്തരം കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾ കടഭാരത്തിലോ വേദനയിലോ പരിഹാസത്തിലോ നിന്ദയിലോ ആണ്, അതൊരു ചെറിയ ബ്രാക്കറ്റ് പീരീഡ്. അത് കഴിഞ്ഞ് വലിയൊരു വിടുതൽ കർത്താവ്. രോഗം, ഏത് രോഗം, ഡോക്ടർമാരും വിധി എഴുതിയ ഏത് രോഗമായിരുന്നാലും എൻ്റെ കർത്താവ് തൊട്ടാൽ, കർത്താവ് മനസ്സലിവും കരുണയുമുള്ള കർത്താവ് തൊട്ടാൽ പൂർണ്ണമായും വിടുതൽ തന്നെയാണ്. ഹല്ലേലൂയ. എന്നെ മെഡിക്കൽ കോളേജ് ആക്സിഡന്റ് ആയിട്ട് 3 ദിവസം വരെ ഓർമ്മയില്ലാതെ വീട്ടുകാരെ അറിയിക്കാതെ എൻ്റെ ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഹല്ലേലൂയ. ആ സമയത്തെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ കാണാൻ വന്ന സുഹൃത്തുക്കൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ജീവിതം ഒരു പുതിയ നീ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. കാരണം നീ മരിച്ചെന്നാണ് ഞങ്ങളെല്ലാം. അത്രത്തോളം ആക്സിഡന്റിലും പല സർജറികളായിരുന്നാലും അങ്ങനെ പോയി എന്നെ കർത്താവ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ മുന്നിൽ ഒന്ന് കണ്ണുനീരൊഴിച്ച് ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സലിവും കരുണയുള്ള കർത്താവാണ്. ഒരിക്കലും ഒരു സഭയിൽ ഞാൻ പോയപ്പോഴും എനിക്കറിയാത്ത ഒരു സഭയിൽ അന്നൊരു ഇവിടെ ഒരു പ്രവാചകൻ വന്നു. പിന്നെ നമ്മൾ ആ സഭയിൽ പോവാത്ത നമ്മൾ ഏറ്റവും ബാക്കിലല്ലേ ഇരിക്കുന്നത്. ആ പാസ്റ്ററിനെ വിളിച്ചിട്ട് ആ സഭയുടെ നടുവിൽ നിർത്തിയിട്ട് അന്ന് പാസ്റ്റർ എടുത്തത് ഇതാണ്, മഗ്ദലന മറിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഉയർപ്പിന്റെ ആ ഒരു ഇതാണ്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്നും അത് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ വയ്യ. എന്നെ പാസ്റ്റർ വിളിച്ചത്, മറിയെ നിന്നെ ഞാൻ വിടില്ല, എനിക്ക് നിന്നെ വേണം. അത്
ആ ദേവദാസൻ പറഞ്ഞ അക്ഷരാർത്ഥം ചിന്തിച്ച് എന്റെ ജീവിതം അന്ന് എനിക്ക് ഈ ഹൃദയത്തിൽ ഒരു ഇത് വന്നതാണ്. ഇന്നും എന്റെ ഹൃദയത്തിൽ ആ ഒരു സ്പർശനമുണ്ട് കർത്താവിന്റെ. ഞാനൊരു മറിയെ പോലെ അല്ലെങ്കിൽ ഓടുവാൻ എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച വിധം അത്രയാണ്. ഹല്ലേലൂയ. കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാരും അല്ലെങ്കിൽ കർത്താവ് കൂടെ കൊണ്ട് നടന്നത് മരിക്കേണ്ടി വന്നാലും അങ്ങയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെല്ലാം കൈയൊഴിഞ്ഞപ്പോഴ് ആ മറിയ കർത്താവിന്റെ ശരീരത്തിന് പോയി നിന്നു. ഹല്ലേലൂയ. ആ കർത്താവ് ആ മറിയ എത്രത്തോളം സ്നേഹിച്ച അതുപോലെ കർത്താവ് വിളിച്ച മറിയേന്ന് ആ വചനം വായിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും എപ്പോഴും എന്റെ കണ്ണ് നിറയും. സർവശക്തനായ ദൈവം ഉയർത്തെഴുന്നേറ്റ യേശു ഒരു സ്ത്രീയെ നോക്കിയുള്ള പേര് ചൊല്ലി വിളിച്ച മറിയേ എന്ന്. അതുപോലെ ഒരു മറിയെ പോലെ എന്റെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ ഒരു മറിയാണ്. നീ സാധാരണ ഒരു 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 വിശ്വാസിയല്ല, നീ ഒരു ശിഷ്യയായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. അതെല്ലാം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാണ് ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം പരസ്യമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പേടിയായിട്ട് നിന്നാൽ ഇന്ന് എവിടെ 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 ഞങ്ങൾക്ക് ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ഞങ്ങൾക്ക് വലിയ പരിപാടികൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രേക്ഷകരെ, എന്റെ കർത്താവ് ഹല്ലേലൂയ. ഇന്ന് ചിലവരെല്ലാം നമ്മൾ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഏത് യേശു, എന്ത് യേശു, അല്ലെങ്കിൽ കന്യക പ്രസവിക്കുമോ, നിങ്ങളെ യേശു ദൈവമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് ദേവദാസന്മാരെ കൊങ്ങയെ പിടിച്ചിട്ട് കന്യക പ്രസവിക്കും. അവര് കൃത്യമായിട്ട് അവര് സമയം തന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബൈബിൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങള് ഈസ്റ്റോട്ട് ചാലക്കപ്പുറം ഒരു സ്ഥലത്ത് പരസ്യം ചെയ്തിട്ട് അടുത്തോട്ട് പോയപ്പോ കുറച്ച് പേര് കൂടി നിന്നിട്ട് പറഞ്ഞു, യേശു ദൈവമാണെന്ന് ചോദിച്ചു. അപ്പൊ 2-3 ആന്റിമാരെ അവരിട്ട് ഇങ്ങനെ വലച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആന്റി? അല്ല, ഇവരിങ്ങനെ നമ്മളോട് യേശു ദൈവമാണ്. യേശു ദൈവമാണ്. യേശുവിന്റെ പേര് തന്നെ ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെയുള്ള. കാരണം ഞാനത് കുറച്ച് സമയം എന്നെ കൊണ്ട് പറ്റുന്നേരം എന്ന് പറഞ്ഞു പറയാതെ പോയ അവര് കുറെ പേര്, ഞാൻ ഓട്ടോക്കാരും എല്ലാവരും കൂടെ നിന്നവര് പറയും, കണ്ട ഒന്നും അറിയാതെ യേശു ദൈവമല്ല, അവർക്കേ യേശുവിനെ കുറിച്ച് അറിഞ്ഞൂടെ. യേശു ദൈവമാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ 9:6 കർത്താവിനെ 7:14 പറഞ്ഞിട്ടുള്ളത് ഞാൻ അവിടെ വെച്ച് നിങ്ങളൊരു അല്പസമയമല്ല ദൈവമാണോ എന്ന് ചോദിച്ചിട്ട് ഓടാൻ നിൽക്കരുത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ യേശു ദൈവമാണ്. അപ്പം ഓരോരുത്തർ ദൈവമാണോന്ന്, പിന്നെ യേശു ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇതൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. കാരണം ദൈവത്തിന്റെ കൃപയാൽ അവരോടൊക്കെയും മറുപടി പറയുവാൻ ദൈവം തക്ക സമയത്ത് വചനങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരു കൂട്ടം സഹോദരിമാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എന്റെ ജീവിതം ഹല്ലേലൂയ എത്ര നാൾ ഈ ഭൂമിയിൽ ആ നിമിഷം വരെ എന്റെ കർത്താവിന് വേണ്ടി മാത്രം, എന്റെ ജീവിതത്തിൽ വേറെ ഒന്നിന് സ്ഥാനമില്ല, എന്റെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും, കാരണം ഞാൻ കടന്നു വന്ന ഓരോ സിറ്റുവേഷനും പറഞ്ഞാൽ മണിക്കൂറുകൾ വേണ്ടി വരും. പക്ഷെ ഞാൻ ഓർത്തെടുത്ത് പറയാൻ ഒരുപാടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. 3 പെൺകുട്ടികൾ, ഹിന്ദുക്കളായിരുന്ന കുട്ടികളെ ഇതിലോട്ട് കൊണ്ടുവന്ന് അവരെ ഒരുപാട് ശത്രുതയും അല്ലെങ്കിൽ ഒരുപാട് പേര് ഞങ്ങളെ പല രീതിയിൽ നിന്ദിച്ചവരുണ്ട്. ഇന്ന് അവരുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങളെക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള ജീവിതമാണ്. അവരുടെ ബന്ധുക്കളെല്ലാം ഇന്ന് ഞങ്ങളോട് സ്നേഹമാണ്. അതിൽ കുറെ പേര് ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇനിയും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ. അപ്പം വേറെ 1-2 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നത്തേതിൽ പറയാം. കാലയിൽ ഒരുപാട് പേര് കർത്താവ് നേടാന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പരസ്യയോഗമായിരുന്നാലും ഈ ബൈബിൾ പേഴ്സണൽ ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ഏതായിരുന്നാലും കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതം കർത്താവിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഏതൊരവസ്ഥയ്ക്കും വിടുതൽ തരുവാൻ, സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണ് കർത്താവ്. യേശു മാത്രം ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യേശുവിൽ കൂടി അല്ലാതെ ആര് സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനേകർ നമ്മളോട് വന്ന് ചെയ്യും. ഞാൻ പറഞ്ഞു, വേറൊരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഞങ്ങൾ ആരാധിക്കാം. ഇതുപോലൊരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കൂടെ വരാം. ലോക ചരിത്രത്തിൽ 2 തിരിച്ചുകൊണ്ട് AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ലോക ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ലോകത്തിന്റെ ഏകരക്ഷിതാവെന്ന്
ജീവനുള്ള നാൾ വരെയും വിളിച്ചു പറയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാവ് വൃത്തിയായി രോഗിയായി കിടക്കുന്നു, ചേച്ചി വീട്ടിലുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. അവർക്ക് രണ്ടുപേർക്കും ചിലപ്പോ അസുഖം വന്നിരുന്നാലും ഒരു ശുശ്രൂഷ ഉണ്ട്, പരസ്യം എന്ന് വെച്ചപ്പോഴോ ബാക്കി ഞങ്ങൾ നോക്കി. അങ്ങനെ എന്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. എന്റെ അമ്മയെ ദൈവം എത്രത്തോളം വിടുതലും ഒരു 89-90 വയസ്സിലോട്ട് അടുത്തിരിക്കുകയാണ്. എന്നാലും വളരെ ഓർമ്മശക്തി ഇല്ല. അമ്മ ഒരു 4-5 മണിയാകുമ്പോ പാട്ടും പ്രാർത്ഥനയായിട്ടൊരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ് അമ്മ. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ ഒരാളോട് പറഞ്ഞത്, മോള് വിചാരിക്കണം മോൾ അങ്ങനെയോ സുവിശേഷം ഇതായെന്ന്. അതല്ല, അവളുടെ കോളേജ് ജീവിതത്തിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിനിമാശാലകളിലൊക്കെ വെച്ച് ഇവളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് പരന്ന് ഇങ്ങനെ നടക്കുന്നു, എനിക്ക് ഇവളെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടിയതാണ്. അതുകൊണ്ട് അവൾ എത്ര ഇതിനു വേണ്ടി എന്ത് വേണോ അങ്ങനെ പ്രാർത്ഥിച്ച ഒരമ്മയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അമ്മയെ എത്രത്തോളം സൗഖ്യത്തോടെ വിടുതലോടെ നടത്തുന്ന ദൈവം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തി ഒരു നാള് ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. അതുപോലെ തന്നെ എനിക്ക് അരോമ ടിവിയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ കൂട്ട സഹോദരി പറഞ്ഞാണ് അറിയാം. അത് എനിക്ക് ഏറ്റവും എന്നെ കൺവിക്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അത് വേറൊരു കൂട്ടുകാരിക്ക് അത് പറഞ്ഞു കൊടുത്തത്, ഈ അരോമ ടിവി സാക്ഷ്യങ്ങൾ. അപ്പൊ അവളെന്ന് വെച്ച് കഴിഞ്ഞാല് ബോണഗൈൻ അല്ല. അവൾ ആകപ്പാട സുവിശേഷം കേട്ട അവസരം ഇങ്ങനെയാണ്. ലോക സുവിശേഷീകരണത്തിന് ദൈവം തിരഞ്ഞെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഭകളിലോ മറ്റു സ്ഥലങ്ങളിലോ പോകാത്ത അനേകരുണ്ട്. മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ ഒരു സാക്ഷ്യം കേൾക്കണേ, ഒരു സാക്ഷ്യം കേൾക്കണേ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് യേശുവിനെ വീട്ടിൽ ഇരുന്ന് വിളിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് മീഡിയ വഴി, യൂട്യൂബ് വഴിയൊക്കെ, കാരണം അല്ലാതെ പുറത്തു പോകുവാനോ വചനം കേൾക്കുവാനോ യാതൊരു അവസരവും ഇല്ലാത്ത ഒരു ഇതായിരുന്നു എൻ്റെ ഫ്രണ്ട്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ ഇതുപോലെ എത്ര പേര് കാണും. ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ലോക സുവിശേഷീകരണത്തിന് അരോമ TV ചാനല് കർത്താവ് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കട്ടെ. അതിനായിട്ട് പ്രിയപ്പെട്ട ദൈവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററുകളെ ദൈവം ധാരാളമായി പാസ്റ്ററും ടീമിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാനിവിടെ നിർത്തുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങ് എൻ്റെ ജീവിതത്തിൽ തന്ന കർത്താവ് എത്രയോ ഉപകാരങ്ങൾ, എത്രയോ നന്മകളുണ്ട് കർത്താവേ. അതിൽ ചിലത് മാത്രം അടിയൻ പറഞ്ഞു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് ഹല്ലേലൂയ എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാ കർത്താവേ. ഹല്ലേലൂയ. സാക്ഷ്യം പറയുവാൻ അവസരം തന്നതിനായി കർത്താവേ അങ്ങേക്ക് നോക്കും നന്ദി പറയുന്നു കർത്താവേ. ദേവദാസനെ അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവേ. ഡാനിയൽ ജോൺ പാസ്റ്ററിനെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. പാസ്റ്റർ പ്രവർത്തകരെ, കുടുംബത്തെ അങ്ങയുടെ കരങ്ങൾ തരുന്ന കർത്താവേ. ലോക സുവിശേഷീകരണത്തിന് സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോക സുവിശേഷീകരണത്തിന് ഈ ചാനൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിന്റെ ഉള്ളറകളിൽ കർത്താവേ മാത്രമായിരിക്കുന്ന അനേക സഹോദരങ്ങൾക്ക് ഇത് കർത്താവെ പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാളുകൾ കർത്താവെ അനേക സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുവാൻ എൻ്റെ യേശു ജീവനുള്ള ദൈവം, യേശു സകലത്തിനും മതിയായ ദൈവം, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ. യേശുവിന്റെ വരവേറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നിങ്ങളുടെ യുദ്ധശ്രുതികളെയും കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടതാകുന്നു കർത്താവെ. അങ്ങ് പറയാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല കർത്താവെ. അങ്ങ് അരുളി ചെയ്തത് മാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലത്ത് കർത്താവെ, അനേകർ വേഗത്തിൽ കർത്താവെ സുവിശേഷം കേൾക്കുവാൻ ഈ ചാനൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ യേശുവിനേക്ക് അടുക്കുവാൻ കർത്താവെ ഇത് പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവെ, ടീം അംഗങ്ങളെ എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസിനാൽ നിറയ്ക്കണമേ. യേശുവിന് വേണ്ടി കർത്താവേ. ഹല്ലേലൂയ. എന്തുമേതുമായി തീരുവാൻ ദേവദാസനെ അങ്ങ് അനുഗ്രഹിക്കണം. അടിയന് പറയുന്ന സാക്ഷ്യം പറയാൻ അവസരം തന്നതിനായി നന്ദി പറയുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കണമേ. യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.
താങ്ക് യു കർത്താവിൻ്റെ സിസ്റ്റർ ശൈലജ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ജനിച്ചു വളർന്നതായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം കൊണ്ടുവന്ന ആ അത്ഭുതകരമായ വഴികളും അതിനോടനുബന്ധിച്ച് ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾക്കും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ നേരിട്ട കെടുതികളുടെ നടുവിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കിടക്കയിൽ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് മരണം വരെ ആ ഒരു അവസ്ഥയിൽ തുടരുവാൻ ദൈവം അനുവദിക്കാതെ ദൈവം അത്ഭുതകരമായി എഴുന്നേൽപ്പിച്ച് ഇന്ന് സുബോധത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വീട്ടിനകത്ത് മാത്രമല്ല, വീടിന് വെളിയിലും, സഭയിൽ മാത്രമല്ല, സഭയ്ക്ക് വെളിയിലും, സമൂഹത്തിൽ മാത്രമല്ല, തെരുക്കോണുകളിൽ, എല്ലായിടങ്ങളിലും ആ അനുഭവിച്ചറിഞ്ഞ, വിടുവിച്ച ആ കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലൂടെ ദൈവത്തെ ഉയർത്തുവാൻ, ആ രക്ഷകനെ ഉയർത്തുവാൻ, ആ രക്ഷകന് വേണ്ടി പാടുവാൻ, സാക്ഷ്യം പറയുവാൻ, വചനം പറയുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അനേക പ്രിയപ്പെട്ടവരെ ഇതിനോടകം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഒരു പക്ഷെങ്കില് ആമേനെ വേണമെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബസ്ഥയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആ ഉത്തരവാദിത്വത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ ജീവിച്ച് ആ ഒരു നിലയിൽ മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ അതിനൊന്നും ആമേനെ സമയം കണ്ടെത്താതെ കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ആ ഒരു ആത്മീയ തലത്തിൽ തന്നെ നിലകൊള്ളുവാൻ, വിശുദ്ധിയോടെ വേർപാടുടെ ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ഇതുവരെ കാത്തു പരിപാലിച്ചു. ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ. ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോട് പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.